നമസ്തേ. സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ പറ്റിയാണ് ജനൻ ടി വി ഇനിയുള്ള ഏതാനും മണിക്കൂറിൽ ചർച്ചകൾ ചെയ്യുന്നത്. കർണാടകയിലെ തുംഗഭദ്ര ഡാമിൻ്റെ ഗേറ്റ് വേ തകർന്നതോടെയാണ് ഈ ചർച്ചയ്ക്ക് പ്രസക്തിയേറുന്നത്. കാരണം സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡാമാണ് തുംഗഭദ്ര. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഡാം മുല്ലപ്പെരിയാർ അണക്കെട്ടും. സിമൻറ്റ് കോൺക്രീറ്റിന് പകരം ചുണ്ണാമ്പും കളിമണ്ണും വെള്ളവും ചേർത്തുള്ള മിശ്രിതമായ സുർക്കിയും കരിങ്കല്ലും ഉപയോഗിച്ച് പണിത ഡാമിന് 127 വർഷത്തെ കാലപ്പഴക്കമുണ്ട്. തമിഴ്നാട്ടിലെ കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളമെത്തിക്കാൻ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഡാമിൻ്റെ സുരക്ഷ ഏവരിലും ആശങ്ക ഉളവാക്കുന്നു. ആശ്വാസമെത്തിക്കാൻ എന്താണ് മാർഗം? ചർച്ച ചെയ്യാം. വില്ലൻ അല്ലാതാവണം മുല്ലപ്പെരിയാർ. ഈ വിഷയം ചർച്ച ചെയ്യാൻ പരിസ്ഥിതി പ്രവർത്തകരാണ് ഈ മണിക്കൂറിൽ ചേരുന്നത്. പരിസ്ഥിതി പ്രവർത്തകരായ ഡോക്ടർ KP ത്രിവിക്രമജി, അദ്ദേഹം സെൻറ്റർ ഫോർ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രതിനിധിയാണ്. ഡോക്ടർ CM ജോയ്, അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകനാണ്. അതേപോലെ തന്നെ SP രവി, പുഴ സംരക്ഷണ സമിതി സംഘാടകനാണ്. അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ, അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകനാണ്. ഇവരെല്ലാം നമ്മുടെ ചർച്ചയിൽ ചേരുന്നുണ്ട്. ആദ്യം SP രവിയിലേക്ക് പോകാം. അദ്ദേഹം പുഴ സംരക്ഷണ സമിതിയുടെ സംഘാടകൻ കൂടിയാണ്. എന്തായാലും മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന മനോഹരമായ ഒരു പുഴയ്ക്ക് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. 1895 ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഡാം. ഒരു ഡാമിന് ഡാം നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഡാമിനെ പറ്റി അറിയാവുന്ന ആളുകൾ, അത് ഡാം നിർമ്മിക്കുന്നവർ, ഡാമിൻ്റെ ശാസ്ത്രം അറിയാവുന്നവർ പറയുന്നത് ഒരു ഡാമിൻ്റെ കാലാവധി 50 വർഷമാണ്. ഈ ഡാമിന് 127 വർഷത്തെ പഴക്കം, അതും സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച ഡാം. ഞാനും ശ്രീ KP രവിയും അല്ലെങ്കിൽ ഈ കാണുന്ന പ്രേക്ഷകരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ആ ഡാം നിലനിന്ന് പോകുന്നു. അങ്ങനെ തന്നെ നിലനിന്ന് പോകട്ടെ. പക്ഷേ എല്ലാ കാലത്തും ഭാഗ്യത്തെ മാത്രം പരീക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ശ്രീ SP രവി. താങ്കൾ സൂചിപ്പിച്ചതുപോലെ 1895 കമ്മീഷൻ ചെയ്ത ഡാമാണ്. തീർച്ചയായിട്ടും ഡാമുകൾ എന്നല്ല ഏതൊരു നിർമ്മിതിയെ സംബന്ധിച്ചും അതിൻ്റെതായ ഒരു ആയുസ്സുണ്ട്. അണക്കെട്ടുകളെ സംബന്ധിച്ച് സാധാരണ 50 വർഷം 60 വർഷം എന്നൊക്കെയാണ് അതിൻ്റെ ഒരു ആയുസ് കണക്കാക്കി പറയുക. നമുക്ക് കുറെ അതിന് അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ട് ഒരു പക്ഷേ കുറച്ചു കാലം കൂടിയൊക്കെ അതിനെ കൊണ്ട് നടക്കാൻ പറ്റിയേക്കും. പക്ഷെ അനന്തകാലത്തേക്ക് ആ അണക്കെട്ട് അങ്ങനെ തന്നെ നിൽക്കും എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ നമുക്കറിയാം, ഈ 1895 ഇത് പണിയുമ്പോൾ അന്നത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് പണിതിട്ടുള്ളത്. ഇന്നുള്ള തരത്തിലുള്ള സിമന്റ് കോൺക്രീറ്റ് സംവിധാനങ്ങൾ വെച്ചല്ല അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്ക കൂടെ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലുണ്ട്. ഇതിനെ സംബന്ധിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു സുരക്ഷയെ സംബന്ധിച്ചുള്ള ആശങ്കകൾക്ക് തന്നെ ഒരു പക്ഷെ 100 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ടെന്ന് പറയേണ്ടി വരും. ഏറ്റവും ആദ്യം 1920കളിൽ തന്നെ അതിന്റെ ഈ സുരക്ഷയെ സംബന്ധിച്ചുള്ള ചില ആശങ്കകൾ വന്നിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. പിന്നീട് 40കളിൽ വീണ്ടും വന്നു, 60കളിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കറിയാവുന്നതുപോലെ 1979 അന്ന് ഗുജറാത്തിലെ മോർബി അണക്കെട്ടിന്റെ തകർച്ച കൂടി ഒരു കാരണമായിരുന്നു. ആ ഒരു സമയത്ത് ഇതിന്റെ വാട്ടർ ലെവൽ താഴ്ത്താനായിട്ട് കേന്ദ്ര ജല കമ്മീഷൻ നിർദ്ദേശിക്കുകയായിരുന്നു. അതായത് തുടക്കത്തില് ഇതിന്റെ ഒരു പൂർണ്ണ സംഭരണ ശേഷി എന്ന് പറയുന്നത് 152 അടിയാണ്. 1979 മുതൽ 136 അടിയിലേക്ക് ഇതിന്റെ വാട്ടർ ലെവൽ താഴ്ത്തുകയാണ് ചെയ്തത്. 136 അടിയിലേക്ക് താഴ്ത്തുമ്പോൾ ഏകദേശം ഒരു 1/3 അതിന്റെ ജലശേഖരം കുറഞ്ഞു എന്നുള്ളതാണ്. അത്രയും ഈ അണക്കെട്ടിന്മേലുള്ള മർദ്ദം കുറഞ്ഞു കിട്ടി എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ നമുക്കറിയാം, 2014 സുപ്രീം കോടതിയുടെ വിധിയിൽ ഈ 136 എന്ന് പറയുന്നത് വീണ്ടും 142 ഉയർത്തിയിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇതിന്റെ ഒരു സുരക്ഷയെ സംബന്ധിച്ചുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് അതിന് തന്നെ വളരെയധികം കാലപ്പഴക്കമുണ്ട്. ഇത് കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും ഇതിന്റെ ഒരു എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഇതിന്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയ പക്ഷം പൊതുസമൂഹത്തിന്റെ അറിവിൽ അത്തരം ഒരു പഠനം നടന്നിട്ടില്ല. ചില കാര്യങ്ങൾ ചില സമയത്ത് ചെയ്തിട്ടുണ്ട്, അതില്ല എന്നല്ല പറയുന്നത്. പക്ഷേ അത് ഒരിക്കലും ഒരു എന്താ പറയാ, പ്രത്യേകിച്ച് ഇത്രയും വയസ്സായ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ഭീഷണിയുള്ള ഒരു അണക്കെട്ടാവുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു നിഷ്പക്ഷമായിട്ടുള്ളതും ഇന്റർനാഷണൽ എക്സ്പേർട്സിനെ
ഉൾപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു വിലയിരുത്തലെങ്കിലും, അതിന്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തലെങ്കിലും ഏറ്റവും ചുരുങ്ങിയ പക്ഷം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. നിർഭാഗ്യവശാൽ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരിക്കൽ ഇതിന്റെ 2007-ലോ 2008-ലോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. വെള്ളത്തിന്റെ അടിയിലുള്ള ഭാഗങ്ങൾ അതിന്റെ സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ച് പരിശോധിക്കാനായിട്ട് നേവിയുടെ ഒരു ടീം അവിടെ വരികയുണ്ടായി. പക്ഷേ സുപ്രീം കോടതി അനുവദിച്ചില്ല. അവരുടെ പഠനം നടത്താൻ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു നിയമപരമായ തടസ്സം നേരിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട് എതിർപ്പിനെ തുടർന്നാണ് അത് അന്ന് നിർത്തിവെക്കേണ്ടി വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും തമിഴ്നാട് ഈ കോടതിയെ സമീപിക്കുക, അപ്പൊ വളരെ സുരക്ഷിതമാണ് എന്ന് തമിഴ്നാട് പറയുകയാണെങ്കിൽ അവരെന്തിനു വേണ്ടി ഈ പരിശോധനകളെ എതിർക്കുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. അങ്ങനെ പരിശോധനയെ പോലും അവർ തടയുകയും ഇതൊന്നുമില്ലാതെ പിന്നെ എന്താ പറയാ, ഇപ്പൊ കല്ലണൈ കാവേരിയുടെ ഇതിലുള്ള മൗത്തിലുള്ള കല്ലണൈ 2000 കൊല്ലമായി എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു കമ്പാരിസണിൽ പ്രസക്തിയില്ല. അതൊരു തടയണയാണ് സത്യത്തിൽ കല്ലണൈ എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല. ഇത് നമ്മൾ 155 അടി ഉയരമുള്ള ഒരു അണക്കെട്ടിനെ കുറിച്ചാണ് പറയുന്നത്. 15.66 TMCP വെള്ളം കൊള്ളുന്ന ഒരു അണക്കെട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ, അത്രയും വെള്ളത്തിന്റെ പ്രഷറുള്ള ഒരു അണക്കെട്ട്, ആ അണക്കെട്ട് ഈ വളരെ സുരക്ഷിതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ ഈ സുരക്ഷിതമാണ് എന്ന് പറയുന്നവർ തയ്യാറാവുമോ? അതിനനുസരിച്ച് എന്തെങ്കിലും എന്താ പറയുക, ഒരു കമ്മിറ്റ്മെന്റ് അവരെടുക്കാൻ തയ്യാറാവുമോ? ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഒരു പരിഹാരവും, ഈ ഒരു നഷ്ടപരിഹാരവും കാര്യമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. ചുരുങ്ങിയ പക്ഷം അതിന്റെ ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് അതിന്റെ ഒരു കോമ്പൻസേഷൻ കൊടുക്കാനെങ്കിലും ഇവരാരെങ്കിലും തയ്യാറാവുമോ? എനിക്ക് തോന്നിയില്ല, അവരാരും തയ്യാറാവും തോന്നിയില്ല. കാരണം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ആഘാതം എന്ന് പറയുന്നത് ചെറുതല്ല. അത് ഒരു പക്ഷേ മുല്ലപ്പെരിയാറിനും ഇടുക്കിക്കും ഇടയിലുള്ള ഭാഗങ്ങളിൽ മാത്രം പ്രശ്നം കൊണ്ട് തീരാം. ചിലപ്പോ അത് വിട്ട് ഈ വെള്ളം കുത്തിയൊലിച്ച് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇടുക്കി അണക്കെട്ടിലേക്കാണല്ലോ വരിക. അപ്പൊ ഇടുക്കിയുടെ ചെറുതോണിയോ കുളമാവോ ഏതെങ്കിലും, ഇടുക്കി ആർച്ച് ഡാം പൊളിയില്ലായിരിക്കാം, പക്ഷെ ചെറുതോണിയോ കുളമാവോ ഏതെങ്കിലും അണക്കെട്ടിന് കൂടി പ്രശ്നം വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്ക് സങ്കല്പിക്കാവുന്നതിനപ്പുറമുള്ള ദുരന്തമായിരിക്കും ഉണ്ടാവുക. നമ്മൾ സമീപകാലത്ത് എന്താ പറയാ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അത്രയും ആഘാതങ്ങൾ ഉണ്ടാകുന്ന മഴക്കാല ദുരന്തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, വയനാടിന്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല. വയനാട് ദുരന്തത്തിന്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല. അപ്പോഴാണ് സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച മറ്റൊരു ഡാം, തുംഗഭദ്രയുടെ ഗേറ്റ് വേ കർണാടകയിൽ തകരുന്നത്. അത്തരത്തിലുള്ള സുർക്കി ഉപയോഗിച്ച് നിർമ്മിച്ച ഏറ്റവും പഴക്കമേറിയ, അല്ലെങ്കിൽ 127 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയുള്ള നമ്മുടെ ഒരു ആശങ്കയും അതുകൊണ്ടാണ് വരുന്നത്. അഡ്വക്കേറ്റ് വി കെ സന്തോഷ് കുമാർ, നമ്മൾ ചരിത്രം പറയാൻ തുടങ്ങിയാൽ ഈ മണിക്കൂറിലൊന്നും തീരില്ല. അതേപോലെ നിരവധി നൂലാമാലകളും നിരവധി നിയമപ്രശ്നങ്ങളും നിരവധി പോരാട്ടങ്ങളും നിരവധി റെക്കോർഡുകളും ഒക്കെ മുല്ലപ്പെരിയാറിൻ്റെ പേരിലുണ്ട്. അത് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് ഉള്ള റെക്കോർഡുകൾ പരിശോധിച്ചാൽ നമ്മൾ പറഞ്ഞാൽ തീരാത്തത്ര കമ്മീഷനുകൾ വന്നിട്ടുണ്ട്, പരിശോധനകൾ നടന്നിട്ടുണ്ട്, കോടതി ഇടപെട്ടിട്ടുണ്ട്. കേരളവും തമിഴ്നാട്ടും തമ്മിലുള്ള പ്രശ്നം എന്നുള്ള നിലയിൽ അത് വലിയ തലവേദനയായി തന്നെ നിലനിൽക്കുകയുമാണ്. നമ്മൾ ആ പ്രശ്നങ്ങളിലേക്ക് ചരിത്രം വേണം, ചരിത്രമുണ്ടെങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജനങ്ങളുടെ ആശങ്ക നമുക്ക് മാറ്റണം. കേരളത്തിലെ 6 ജില്ലകളിൽ ഉള്ള ആളുകളുടെ ആശങ്ക, തമിഴ്നാട്ടിലുള്ള ആളുകളുടെ, ഇടുക്കിയുമായി ബന്ധപ്പെട്ട അതിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ അവിടെയുള്ള ജനങ്ങളുടെ ആശങ്ക, ജീവനാണ് പ്രധാനം. ആവശ്യങ്ങൾ രണ്ടാമതാണ് വരുന്നത്. ജീവൻ നിലനിർത്തുക, അവർക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ള സാഹചര്യം ഒരുക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേരളവും തമിഴ്നാടും ചേർന്ന് നിന്നുകൊണ്ട് ഇതെല്ലാ കാലത്തും തർക്ക വിഷയമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും ആവില്ല. എന്താണ് ഇതിനുള്ള വഴി? അതിന് ഭരണാധികാരികൾ വിചാരിച്ചാൽ, കേരളവും തമിഴ്നാടും മാത്രം, ഈ 2 സർക്കാരുകൾ മാത്രം വിചാരിച്ചാൽ ഇത് തീരില്ല. എങ്കിൽ സുപ്രീം കോടതിയും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്താണ് ഇതിനുള്ളൊരു പോംവഴി എന്നുള്ള നിലയിൽ ഇനിയും പറയാനുള്ളത്? കാരണം ഇനിയും ഇത് നീട്ടിക്കൊണ്ട് പോകാനാവില്ല. രണ്ടിലൊന്ന് തീരുമാനിക്കണം. എന്ത് വേണം എന്നുള്ള അഭിപ്രായമാണ് അഡ്വക്കേറ്റ് വി കെ സന്തോഷ് കുമാർ, പരിസ്ഥിതി പ്രവർത്തകനാണല്ലോ. നമുക്ക് ഏറ്റവും വേദനാജനകമായൊരു കാര്യം, കേരളത്തിലെ എല്ലാ ജനങ്ങളും വളരെ ഭയത്തോടു കൂടി വീക്ഷിക്കുന്ന ഒരു വിഷയത്തിൽ ഈ 1986 ഇത് ഒപ്പിടുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മ പോലും എൻ്റെ
ഹൃദയരക്തം കൊണ്ടാണ് ഇത് ഒപ്പിടുന്നത് എന്ന് പറഞ്ഞ ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ജനകീയമായി തിരഞ്ഞെടുത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിടുന്ന നമ്മുടെ ജനപ്രതിനിധികളുടെ നിലപാടാണ് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത്. ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഈ വിഷയത്തിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുവായിട്ടുള്ളൊരു വികാരത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതിയിലായാലും മറ്റ് ജനസമക്ഷത്തിലും ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കുന്നതിനോ അവർക്ക് ആവശ്യമായ ജലം നൽകുന്നതിനോ കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും എതിരല്ല. അങ്ങനെ കൊടുക്കണമെന്ന് തന്നെ പറയുന്ന ഭൂരിപക്ഷം ആൾക്കാരുള്ള ഈ സംസ്ഥാനത്ത് ഈ വെള്ളം അവർക്ക് സുരക്ഷിതമായ രീതിയിൽ എത്തിക്കുവാൻ നമുക്ക് എങ്ങനെ കഴിയും എന്ന ഒരു ചർച്ചയാണ് നമുക്ക് ആവശ്യം. ഈ ഡാമിൽ നിന്ന് വെള്ളമൊഴുക്കി ഇടുക്കി സംഭരണിയിലേക്ക് വന്നാൽ പോലും അവിടെ നിന്ന് ടണൽ വഴി തമിഴ്നാടിന് ആവശ്യമുള്ള അത്രയും ജലം കൊടുക്കത്തക്ക രീതിയിൽ ജനങ്ങളുടെ ഭീതി ഒഴിവാക്കി ഒരു സംവിധാനത്തെ പറ്റി എന്തുകൊണ്ടാണ് ഇനിയും നമ്മുടെ ഭരണാധികാരികൾ ചിന്തിക്കാത്തത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഈ ജനങ്ങൾക്ക് ഭീതി ഒഴിവാക്കി തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കത്തക്ക രീതിയിൽ ഒരു ആധുനിക സംവിധാനത്തിൽ ടണൽ സംവിധാനത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന അത്രയും ജലം തന്നെ ഈ നദിക്ക് താഴെ ഈ ഡാം നിൽക്കുന്നതിന് താഴെ ഒരു ഡാം പണിഞ്ഞുകൊണ്ട് ജലം കൊടുക്കത്തക്ക രീതിയിൽ ഒരു സംവിധാനം സൃഷ്ടിക്കുക. ഇതിനാരാണ് എതിർ നിൽക്കുന്നത്? ഇതിന് എവിടെയാണ് നിയമപരമായിട്ട് എതിർക്കാൻ പറ്റുന്നത്? ഇത് ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ പെട്രോൾ പമ്പുകളിൽ നിന്ന് കുപ്പിക്കകത്ത് പെട്രോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് മറ്റ് ദോഷത്തിന് ഉപയോഗിക്കുമെന്നുള്ളൊരു കാരണത്താൽ കുപ്പിക്കകത്ത് പെട്രോൾ കൊടുക്കുന്നതിനെതിരെ പോലും നിയമ സംവിധാനം വന്ന ഒരു രാജ്യത്താണ് ഒരു 70,000-ൽ മേൽ ആൾക്കാരെ ബാധിക്കുന്ന ഒരു സംവിധാനത്തിന് എതിരെ അല്ലെങ്കിൽ അതിന് അനുകൂലമായി ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കത്തക്ക രീതിയിൽ ഒരു നിയമ സംവിധാനം കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് നമ്മൾ കഴിയാത്തത്? അപ്പോൾ ആദ്യം വേണ്ടത് നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളെ മൊത്തത്തിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തമിഴ്നാട്ടിലെ ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് ഇപ്പോൾ നൽകുന്നതിൽ കൂടുതൽ അളവിൽ പോലും വെള്ളം കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷിതമായ രീതിയിലുള്ളൊരു സംവിധാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകർ നമ്മുടെയൊക്കെ അഭിപ്രായം, ഒരുപക്ഷെ മിക്കവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ ഡാമിലെ ജലം ഇടുക്കി ജലസംഭരണിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നൊരു ടണൽ വഴി ആ തമിഴ്നാട്ടിന് ആവശ്യമായ ജലം കൊടുക്കത്തക്ക രീതിയിലുള്ളൊരു സംവിധാനം ഉണ്ടാക്കുന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കുക. ഇല്ലെങ്കിൽ ഇപ്പോഴുള്ള ഡാമിന് തൊട്ട് താഴെയായി ഒരു ആധുനിക സംവിധാനത്തോടു കൂടി ഒരു ഡാം പണിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് അവർക്ക് ജലം കൊടുക്കുവാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക. ഇതാണ് കേരളത്തിലെ ഇപ്പോൾ ജനിച്ചു വീഴുന്ന അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കൊച്ചു കുട്ടികൾക്ക് വരെ മനസമാധാനത്തോടെ 6 ജില്ലയിൽ കിടന്നുറങ്ങത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനത്തെ പറ്റിയാണ് ഇന്നത്തെ കേരളത്തിലെ. അതെ, കേരള നിയമസഭയിൽ പോലും അന്നത്തെ ജലവിഭവ മന്ത്രിയായിരിക്കുന്ന PJ ജോസഫ് പറഞ്ഞതാണ്, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഇന്ന് PJ ജോസഫ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഡോക്ടർ CM ജോയി കൂടി ചേരുകയാണ്. ഇദ്ദേഹം പറഞ്ഞ ഇപ്പോൾ സന്തോഷ് കുമാർ പറഞ്ഞ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ, അത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതി ഇതെങ്ങനെ പരിഹരിക്കാം എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ നിർദ്ദേശങ്ങൾ തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. ഒന്ന്, ഈ ഡാമിന് താഴെ പുതിയ അണക്കെട്ട് നിർമ്മിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് കാലപ്പഴക്കം ചെന്ന ഡാമാണ്, ഇതിൻ്റെ താഴെ പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ഡാം ബലപ്പെടുത്തുക എന്നുള്ളതാണ്. 127 വർഷം പഴക്കമുള്ള ഡാമാണ്, അത് ബലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം പ്രായോഗികമാണ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മറ്റൊന്ന്, ഡാമിലെ ജലനിരപ്പ് തടയണയാക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ ഡാമിനെ ഒരു തടയണയാക്കി മാറ്റിക്കൊണ്ട് ഇടുക്കി ഡാം പരിപൂർണാർത്ഥത്തിൽ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് അവിടെ നിന്നും വെള്ളം തമിഴ്നാടിന് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും തമിഴ്നാട് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഇത്തരത്തിലുള്ള പുതിയ സംവിധാനം വരുമ്പോൾ കരാർ പുതുക്കണം. കരാർ പുതുക്കുമ്പോൾ വെള്ളം നൽകുന്ന തുകയിൽ, ഇപ്പോൾ വാങ്ങുന്ന വാടക തുകയിൽ വ്യത്യാസം വരും. അതൊക്കെ അവർക്ക് പ്രശ്നമാണ്. പിന്നെ തമിഴ്നാടിൻ്റെ മറ്റൊരു പ്രശ്നം, ഈ വെള്ളം ഇനിയും കേരളം കൊടുക്കുമോ എന്നുള്ള ഒരു ഭയവും അവർക്കുണ്ട്. പക്ഷേ നമ്മൾക്കറിയാം, കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധം, പിണറായി വിജയനും സ്റ്റാലിൻ ആണ് അവിടെ മുഖ്യമന്ത്രി. അവർ തമ്മിൽ നല്ല ബന്ധമാണ്, രാഷ്ട്രീയപരമായ ബന്ധമുണ്ട്, ആത്മബന്ധമുണ്ട്, അത്തരത്തിലൊക്കെ ബന്ധമുണ്ട് ഈ രണ്ട് മുഖ്യമന്ത്രിമാർ തമ്മിൽ. ഇത്ര സൗഹാർദ്ദപരമായി പോകുന്ന നേതാക്കന്മാർ ഭരിക്കുന്ന കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ള ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തുകൊണ്ടിത് പരിഹരിക്കാൻ കേരളം മുൻകൈ എടുക്കുന്നില്ല എന്ന് ഒരാൾ ചോദിച്ചാൽ നമ്മൾക്ക് അതിനെ എതിർക്കാൻ കഴിയുമോ? ഡോക്ടർ CM ജോയ്.
വളരെ നല്ല ഒരു സജഷനാണ്. ഞങ്ങളെപ്പോഴും പറയുന്നതാണ്. കാരണം ഒരു എന്തെങ്കിലും ഒരു കലാമിറ്റി, ഇപ്പോൾ നമുക്കറിയാം വയനാടുണ്ടായ ദുരന്തം, ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ മഴ വന്ന് 136 അടിയിൽ നിന്ന് 42 പിന്നെ 52 പോകുന്ന ആ സമയത്ത് മാത്രമാണ് ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് കേരളം ചർച്ച ചെയ്യുള്ളൂ എന്നുള്ള ഏറ്റവും സങ്കടം. ഇപ്പോഴും ഇത് സർക്കാരിൽ നിന്ന് വന്നതല്ല, നമുക്കറിയാം. ഇത് ജനങ്ങളുടെ പരിഭ്രാന്തി കൊണ്ടും ജനങ്ങളുടെ ആശങ്ക കൊണ്ടും ജനങ്ങളാണ് ഇത് ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. നമുക്കറിയാം ഈ ഇവിടെയുള്ള ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും എന്തൊരു കോമാളിത്തരാണ് കാണിച്ചത്. ഒരു ഡാമിന് പകരം വേറൊരു ഡാം ഉണ്ടാക്കാമെന്ന് ഒരു കരാറുണ്ടാക്കിയിട്ടുള്ള ആ കരാറിലുള്ള മറ്റ് കക്ഷിയെ അറിയിക്കാതെയും ആ കക്ഷിയെ കൂടി വിശ്വാസത്തിലെടുക്കാതെയും അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നിയമസഭയിൽ പാസ്സാക്കുക. അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പിന്നെ മിണ്ടാതിരിക്കുക. അടുത്ത പ്രാവശ്യം ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ വീണ്ടും അത് ചർച്ചയിൽ കൊണ്ടുവരിക. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മഴയില്ലാത്ത സമയത്ത്, ഒരു പ്രശ്നമില്ലാത്ത സമയത്ത് പിണറായി വിജയനും സ്റ്റാലിനും കൂടി ഇതൊരു മനുഷ്യൻ്റെ പ്രശ്നമാണ്. ഇവിടെ നമുക്കിത് പൊട്ടോ പൊട്ടില്ലേ എന്നേക്കാൾ ഉപരിയായിട്ട് ഇത്രയും വർഷമായ ഒരു ഡാം, ഇത്രയും വർഷം ഡാം എന്നും വേണമെങ്കിൽ പൊട്ടാം. കാരണം നമുക്ക് ശാസ്ത്രത്തിൻ്റെ അതിനൊക്കെ ഒരു പരിധികളുണ്ടല്ലോ. ആ പരിധി വളരെ പിന്നിട്ടും 127-28 വർഷത്തോളമായിട്ടുള്ള ഒരു ഡാം നിലനിൽക്കില്ല എന്ന് നമുക്കറിയാം. അപ്പം ഇവർക്ക് ഇതിരുന്ന് ചർച്ച ചെയ്യാം. അങ്ങനെ പരിഹാരമുണ്ടെങ്കിൽ സുപ്രീം കോടതി അറിയിക്കാം. കാരണം ഇതൊക്കെ കൈവിട്ടു പോയി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വോയിസ് ഇല്ലാത്ത സ്ഥിതിയിലേക്ക് ഇവിടെ നമ്മളെ മാറി മാറി ഭരിച്ച സർക്കാരുകൾ കൊണ്ടുചെന്നെത്തിച്ചു. അതായത് CWC എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയ സർപ്ലസ് വെള്ളം, കേരളത്തിലെ സർപ്ലസ് വെള്ളം ഉണ്ട് എന്ന് ഇന്ത്യമൊട്ടാകെ സ്ഥാപിച്ചെടുക്കാൻ CWCക്ക് സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് സർപ്ലസ് വെള്ളം, വെറുതെ കടലിലേക്ക് ഒഴുകി പോകുന്ന വെള്ളം എന്നുള്ളത് ആദ്യമായിട്ട് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിയവർ. അപ്പോൾ എന്തായി? സർപ്ലസ് ആയിട്ടിരിക്കുന്ന വെള്ളം കൃഷിക്ക് ആവശ്യത്തിന് വേണ്ടി തമിഴ്നാടിന് കൊടുക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഇത് ഇന്ത്യയല്ലേ, ഇന്ത്യയുടെ ഒരു ഭാഗമല്ലേ തമിഴ്നാട്? ശരിയാണ്. പക്ഷേ ഈ സർപ്ലസ് വെള്ളം ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ എന്ത് ശാസ്ത്രീയമായ മെത്തേഡാണ് കേരള സർക്കാർ ചെയ്തത്? ഇവിടെ നമുക്കറിയാം എല്ലാ പുഴകളിലും വേനൽക്കാലം ആകുന്നതിന് മുമ്പ് തന്നെ ഉപ്പുവെള്ളം കയറും. ഈ പുഴയിൽ ഒഴുകാൻ വെള്ളമുണ്ടായിരുന്നെങ്കിൽ ഈ ഉപ്പുവെള്ളം കയറുന്നത് തള്ളി മാറ്റാൻ വെള്ളമുണ്ടായിരുന്നു. പക്ഷെ അതില്ല. നമുക്കറിയാം, നമ്മൾ എത്രയോ സ്ഥലത്ത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഈ ഉപ്പുവെള്ളത്തെ തടയാൻ വേണ്ടി എത്രയോ സ്ഥലത്ത് ബണ്ട് കെട്ടുന്നു, എത്രയോ സ്ഥലത്ത് സ്ലൂയിസ് വാൽവ് വയ്ക്കുന്നു. അത് തന്നെ വളരെ വ്യക്തമാണ്. നമുക്ക് വേനൽക്കാലത്ത് വെള്ളമില്ല. നമ്മുടെ പഞ്ചായത്തുകളിലെ, നമ്മുടെ ലോക്കൽ ബോഡീസിലെ ബഡ്ജറ്റ് എടുത്താൽ മതി. വെള്ളം സപ്ലൈ ചെയ്യുന്ന അതിൻ്റെ കാശ് എത്ര കോടി രൂപയാണ് അതിന് ചെലവാക്കുന്നത്. അപ്പം ഇവിടെ സർപ്ലസ് വെള്ളമില്ല. ഇത് ബോധ്യപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. മുല്ലപ്പെരിയാറിൽ വെള്ളം കൊടുക്കുന്നത് സർപ്ലസ് വെള്ളമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം പിന്നീട് ഒരുപാട് ചോദ്യങ്ങൾ ജനങ്ങൾ ചോദിക്കും. കാരണം ഒരു സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കരാർ എന്തുകൊണ്ട് അത് പുതുക്കി? 70-ൽ ഇത് പുതുക്കാനായിട്ടുള്ള എന്താ കാര്യമെന്ന് ആലോചിച്ച് നോക്കണം. അത് ജനങ്ങൾ അറിയണം. ഈ നാടകങ്ങൾ, ഈ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾ അറിയാതെ നടത്തുന്ന നാടകങ്ങൾ ജനങ്ങൾ അറിയണം. 70-ൽ ഇവിടെ ഭരിക്കുന്ന അന്നത്തെ സർക്കാർ ഈ നമ്മുടെ കരാറിനെ വിപരീതമായി തമിഴ്നാട് ചെയ്ത വൈദ്യുതി ഉൽപാദനം അത് തടയാനും, അതുപോലെ ബേബി ഡാം കൺസ്ട്രക്ഷൻ, ഇതൊന്നും മുന്നോട്ട് വയ്ക്കാതെ ഇതിനൊക്കെ ഒരു പച്ചക്കൊടി കാണിക്കാനുണ്ടായത്. 5 രൂപ ഒരു ഏക്കറിന് 8,100 ഏക്കർ സ്ഥലമാണ് ഇതിന് ബന്ധപ്പെട്ട് കൊടുത്തത്. അതിന് 5 രൂപ എന്നുള്ളത് 30 രൂപയാക്കി. ആ 30,000 കിട്ടി കഴിഞ്ഞാലും മുതലാവാത്ത കാര്യമാണത്. അത്രയധികം വെള്ളമാണ് പോകുന്നത്. എന്നിട്ട് അത് 30 രൂപയാക്കി എന്നുള്ളതാണ് ആകെ ഇതിൽ വന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിൽ ബാക്കിയൊക്കെ അതുപോലെ നിലനിർത്തി. എന്ത് കളിയാണ് അതിൻ്റെ പിന്നിൽ നടന്നത്? ഇത്രയേറെ ആശങ്കയിൽ, ഇത്രയേറെ ജില്ലകളിൽ ജനങ്ങളെ നിർത്താനായിട്ട് ഒരു അവസരം നോക്കി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ചതി നടന്നത്. 1941 തന്നെ നമ്മളൊക്കെ വെറുക്കപ്പെട്ടവൻ എന്ന് പറയുന്ന സർ CP ആർബിട്രേഷനിൽ പോയ ഈ കേസ്
കാരണം ഇത് ഇവിടെ കേരളത്തിന് യോജിച്ചതല്ല, കേരളത്തിന് അത് ദോഷകരമാണ് എന്ന് SRCP ആർബിട്രേഷനിൽ വാദിച്ച് നേടിയെടുത്തൊരു വിധിയുണ്ട്. അതായത് തമിഴ്നാടിന് വെള്ളം കൃഷിക്കാവശ്യത്തിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കൃഷിക്കാവശ്യത്തിനുള്ള വെള്ളം, ഇലക്ട്രിസിറ്റിക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല എന്നുള്ള വിധി എന്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയുടെ മുന്നിൽ വെച്ചില്ല? അപ്പൊ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള വിധിയാന്ന് പറയും. അപ്പൊ ഇതെന്താ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇതല്ലേ? നമ്മൾ ഇവിടെ കൊണ്ടൊന്നും നിന്നില്ല. നമ്മൾ ആലോചിക്കണം, നമുക്കിപ്പോ തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതുകൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അതെ, അത് നമുക്ക് എതിർക്കാൻ കഴിയില്ല. കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറികൾ വന്നിട്ടാണ് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ആഹാരം വേവണമെങ്കിൽ അവിടെ നിന്ന് പച്ചക്കറി വരണം. അപ്പോൾ നമ്മൾ അവർക്ക് വെള്ളം കൊടുക്കില്ല എന്ന് പറയാനുമാവില്ല. നമ്മുടെ അയൽ സംസ്ഥാനമാണ്, നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണ്, വെള്ളം കൊടുക്കാം. പക്ഷേ നമ്മുടെ ഈ ഡാമിന്റെ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്ന് വരെ കേരളം ആരും പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ കേരളം അങ്ങനെ പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? പക്ഷേ തമിഴ്നാട് ഓരോന്നും തക്കം ഭാഗത്ത് നിൽക്കുകയാണ്. പറമ്പിക്കുളം ആളിയാർ കരാർ വെച്ച് കഴിഞ്ഞപ്പോൾ പെരിയാറിൽ എന്തെങ്കിലും പദ്ധതികളോ ജലമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ തമിഴ്നാടിനെ അറിയിക്കാമെന്ന് ആ കരാറിൽ എഴുതി ചേർത്തിരിക്കുക. നമ്മളൊന്ന് ആലോചിച്ചുകൊണ്ട് അതിൻ്റെ ദുഷ്ടലാക്ക്. അപ്പൊ അത് കേരളം തിരിച്ചറിയാത്തത് എന്താണ്? മോദി സർക്കാർ അധികാരമേറ്റ 2014 8ാമത്തെ ദിവസം അങ്ങോട്ട് ജയലളിത മോദിജിയെ കണ്ടു, പ്രധാനമന്ത്രിയെ കണ്ടു. എന്താ കാര്യം? 3 കാര്യങ്ങൾ അവർ കൊണ്ടുവന്നു. ഒന്ന്, ഈ പറഞ്ഞോണം കാവേരി ട്രിബ്യൂണലിൽ തർക്കപരിഹാരത്തിനുണ്ടാക്കിയിട്ടുള്ള കാവേരി ട്രിബ്യൂണലിൽ ജല മാനേജ്മെന്റ് കമ്മിറ്റിയും ജലനിയന്ത്രണ കമ്മിറ്റിയും എത്രയും വേഗം വരണം. കാരണം അത് 2007 ഉണ്ടാക്കിയതാണ്. രണ്ടാമത്തെ കാര്യം എന്താ? മുല്ലപ്പെരിയാർ 142 അടിയിൽ നിന്ന് അതിലും ഉയർത്താനായിട്ട് സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഒരു മെമ്പറെ ഉൾപ്പെടുത്തണം. അയാൾ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇതിൽ നിന്ന് 42-ൽ നിന്ന് ഉയർത്താൻ സാധിക്കുകയുള്ളൂ. അത് ഉയർത്തണം. അതുപോലെ തന്നെ നെയ്യാർ ഡാമിൽ നിന്ന്, നമുക്കറിയാം നെയ്യാർ എന്ന് പറയുന്ന ഡാമും പരിസരങ്ങളും കാച്ച്മെന്റ് ഏരിയ എല്ലാം കേരളത്തിനകത്താ. ആ നെയ്യാർ ഡാമില് എന്നിട്ടും മുമ്പ് കേരളത്തിന്റെ ഭാഗമായിരുന്ന വിളവങ്കോട് താലൂക്കിന് വെള്ളം കൊടുത്തിരുന്നു. പക്ഷെ തമിഴ്നാട് അപ്പോൾ പറഞ്ഞു ഈ നെയ്യാർ ഡാമും നെയ്യാറിന്റെ കാച്ച്മെന്റ് ഏരിയയും തമിഴ്നാട് കൂടി ബന്ധപ്പെട്ടത് കൊണ്ട് അത് അന്തർ സംസ്ഥാന നദിയാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടത്തി കഴിഞ്ഞപ്പോഴാണ് കേരള സർക്കാർ ആ വെള്ളം കൊടുക്കുന്നത് നിർത്തി. അത് കൊടുക്കാനായിട്ട് കേരളത്തോട് പറയണം എന്ന് 3 ആവശ്യങ്ങൾ ഇത് വെച്ചു. എന്ന് വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോയി കണ്ട് ഇത്തരത്തിലുള്ള ഒരു നിവേദനം ഞങ്ങൾക്ക് പേടിയായിട്ടാണ്. ഇത്രയും വർഷമായ ഒരു ഡാമാണ്. 2011 ജലവിഭവ മന്ത്രി ഒരു പ്രഖ്യാപനം നേരം വെളുത്തപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര പേടിയായി. ഇത് ജലബോംബാണ് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞവർ കൂടിയിട്ട് അയാൾക്കല്ല പേടിയായത്, അതിന്റെ താഴെയുള്ള ആ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും ഡോക്ടർ CM ജോയ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ SP രവി അദ്ദേഹം പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ തമിഴ്നാട് മുന്നോട്ട്, അല്ലെങ്കിൽ ഈ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് അവർക്ക് വെള്ളം കിട്ടാതെ പോകുന്നതിൻ്റെ ആശങ്ക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തമിഴ്നാട് എത്രയോ തവണ കേന്ദ്ര സർക്കാരിനെ, മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരിനെ കൃത്യമായി അത് ബോധിപ്പിക്കുന്നു, സുപ്രീം കോടതിയെ ബോധിപ്പിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് കേരളത്തിൻ്റെ ഭരണാധികാരികൾ ഇക്കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കുന്നില്ല? അതുകൊണ്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന വെള്ളം ജലസേചനത്തിന് മാത്രമായി ബ്രിട്ടീഷ് സർക്കാർ നിർമ്മിച്ച ഒരു ഡാമിലെ ജലം ഉപയോഗിച്ച് അവർ ജലവൈദ്യുത പദ്ധതികൾ വരെ നടപ്പാക്കിയിട്ടും അത് കൃത്യമായി പ്രതിരോധിക്കാൻ കേരളത്തിന് കഴിയാതെ പോകുന്നത്. ഇത് വെറും ചർച്ചയിലും വെറും ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ എഴുത്തും അല്ലെങ്കിൽ വെറും ചർച്ചയിൽ മാത്രം ഒതുക്കിക്കൊണ്ട് കൃത്യമായി ഒരു ഇടപെടൽ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എതിർക്കാൻ കഴിയുമോ? ശ്രീ SP രവി. കേസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊന്നും സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുള്ള കേസുകളല്ല. മറ്റേതെങ്കിലും കക്ഷികൾ കൊടുത്തിട്ടുള്ള കേസിൽ സർക്കാർ അതിന്റെ കക്ഷിയായി മാറുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഇന്നേ വരെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അത് ഏറ്റവും നിർഭാഗ്യകരമാണ്. സർക്കാർ അങ്ങനെയല്ല നിലപാടെടുക്കേണ്ടത്, അതിൽ തർക്കമില്ല. ഇപ്പോ ഞാൻ മറ്റൊരു വിഷയം പറയാൻ ശ്രമിക്കുന്നത്, ഇപ്പൊ നിലവില് സുപ്രീം കോടതി, പക്ഷെ നമ്മുടെ ഭാഗ്യം കൊണ്ട് എന്ന് പറയേണ്ടി വരും, ഇതിന്റെ കരാറിന്റെ സാധുത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അടുത്ത
മാസം അവസാനം അക്കാര്യം കേൾക്കാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കേരള സർക്കാർ ആദ്യം ചെയ്യേണ്ടത്. ഈ നിരവധി വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇത് ഈ 1886 പെരിയാർ ലീസ് ഡീഡാണ്, അതായത് ഒരു പാട്ടക്കരാറാണ്. അപ്പൊ ഇതിന്റെ പാട്ടക്കരാറായിട്ടാണോ അതോ ഒരു ഇന്റർസ്റ്റേറ്റ് വാട്ടർ എഗ്രിമെന്റ് ആയിട്ടാണോ കാണുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. രണ്ടാണെങ്കിൽ അതിന് രണ്ട് തരത്തിലാണ് അതിന്റെ വ്യാഖ്യാനങ്ങൾ വരിക. ഇപ്പൊ ഒരു പാട്ടക്കരാറാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ സ്വാഭാവികമായിട്ടും ഒരു കരാറിന്റെ ഒരു എന്താ പറയുക കോൺട്രാക്ട് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ കക്ഷികൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്, അതിന് ഏകദേശം എന്താ പറയുക സമാനമായിട്ടുള്ള നേട്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഉണ്ടാവണം എന്നാണ്. ഇവിടെ പക്ഷെ എന്താണ് അവസ്ഥ? ഇവിടെ നേട്ടം മുഴുവൻ തമിഴ്നാടിന്, അതിന്റെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കോട്ടം മുഴുവൻ കേരളത്തിന് എന്നുള്ളതാണ്. ഒരു ടോട്ടലി അൺഈക്വൽ എഗ്രിമെന്റ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംവിധാനത്തെ നമ്മൾ ഈ എഗ്രിമെന്റിന്റെ അടിസ്ഥാനങ്ങളെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരും. ഇന്ന കാരണങ്ങളാൽ ഈ കരാറ് നിലനിൽക്കാവുന്നതല്ല എന്നുള്ള തരത്തിൽ തന്നെ നമ്മൾ ആർഗ്യുമെന്റ് പ്ലേസ് ചെയ്യേണ്ടി വരും. അതിൽ ഒന്നാമത്തേതാണ് ഞാൻ പറഞ്ഞത് 100% ഈക്വലാണ്. നേരത്തെ CM ജോയ് സൂചിപ്പിച്ചു 1886 5 രൂപ ഉണ്ടായിരുന്നത് 1970 നമ്മൾ 30 രൂപയാക്കുകയാണ് ചെയ്തത്. അത് 30 രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നല്ല, 30 രൂപയാക്കി കുറച്ചു എന്നാണ് ഞാൻ പറയുക. കാരണം 1886 5 രൂപയുടെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പക്ഷെ ഈ 30 രൂപയാക്കിയപ്പോൾ അത് വളരെ വളരെ തുച്ഛമായിട്ടുള്ള സംഖ്യയായിട്ട് മാറി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റും തിരുവിതാംകൂർ രാജ്യവും തമ്മിലായിരുന്നു കരാർ. മദ്രാസ് പ്രസിഡൻസിയുമായിട്ടല്ല, മറിച്ച് ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് ആണ് കരാറിന്റെ ഭാഗമായിരുന്നത്. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റിന്റെ പിന്തുടർച്ച യൂണിയൻ ഗവൺമെന്റിനാണോ അതോ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടിനാണോ എന്നുള്ള ചോദ്യം അവിടെ ഉന്നയിക്കേണ്ടി വരും. ഇത് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം തമിഴ്നാടും തമ്മിലുള്ളത് എന്നുള്ളത് മാറിയിട്ട് ഒരു ട്രൈപാർട്ടൈറ്റ് എഗ്രിമെന്റ് എങ്കിലും ആയിട്ട് ഇത് മാറുക എന്നുള്ളത് പ്രധാനമാണ്. മൂന്നാമത്തെ ഒരു കക്ഷി കേന്ദ്ര ഗവൺമെന്റ് കൂടി ഇതിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് ഒരു പക്ഷേ നാളെ ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങളിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് ഗുണം ചെയ്യുന്നതാണ്. നിലവിലുള്ള അനുഭവത്തിൽ കേരളത്തോട് അനുകൂലമായിട്ടുള്ള നിലപാട് ഈ കേന്ദ്രം എടുത്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു എന്താ പറയാ, രണ്ടിലും പെടാത്ത നിഷ്പക്ഷമായിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ കുറെ കൂടെ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താൻ കഴിയുന്ന സംവിധാനം എന്നുള്ള രീതിയിൽ അങ്ങനെ ആലോചിക്കേണ്ടതാണ്. മൂന്നാമത്തേത്, ഇതില് ഈ പെരിയാർ ഇന്റർസ്റ്റേറ്റ് റിവർ ആണോ അല്ലയോ എന്നുള്ള ഒരു തർക്കം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പെരിയാറിന്റെ ഒരു ചെറിയ ഭാഗം 114 സ്ക്വയർ കിലോമീറ്റർ തമിഴ്നാട്ടിലുണ്ടെന്നുള്ളത് വസ്തുതയാണ്. അത് പക്ഷെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമും അതിന്റെ വൃഷ്ടിപ്രദേശവും പൂർണ്ണമായിട്ടും കേരളത്തിനകത്താണ്. നീരാറുമായി ബന്ധപ്പെട്ട കുറച്ച് ഏരിയയാണ് തമിഴ്നാട്ടിലുള്ളത്. അതായത് ഇടമലയാറിന്റെ അപ്പർ ഈ റീച്ചസിലുള്ള കുറച്ച് ഭാഗമാണ് തമിഴ്നാട്ടിലുള്ളത്. അവിടെ ആ ഭാഗത്തുള്ള നീരൊഴുക്കിനേക്കാൾ കൂടുതൽ വെള്ളം അവർ പറമ്പിക്കുളം ആളിയാർ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റർസ്റ്റേറ്റ് റിവർ എന്ന് പറയുന്ന ഒരു കാര്യം അവർക്ക് ഒരു കാരണവശാലും ഉന്നയിക്കാൻ പറ്റില്ല. അതും കൂടെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട. അങ്ങനെ വരികയാണെങ്കിൽ പൂർണ്ണമായിട്ടും കേരളത്തിനകത്തുള്ള അണക്കെട്ട്, കേരളത്തിനകത്തുള്ള വൃഷ്ടിപ്രദേശങ്ങൾ, അതിനകത്ത് നിന്നുള്ള വെള്ളമാണ് ഈ തമിഴ്നാട് കൊണ്ടുപോകുന്നത്. ഇവിടെ തമിഴ്നാട് ഈ കേരളത്തിന്റെ വെള്ളം കേരളം അങ്ങോട്ട് കൊടുക്കുകയല്ല, മറിച്ച് അവരെടുക്കുകയാണ് എന്നുള്ളത് നമ്മൾ അടിവരയിട്ട് പറയേണ്ടതുണ്ട്. അങ്ങനെയല്ല സംഭവിക്കേണ്ടത്. നമ്മുടെ വെള്ളമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൊടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ അവരെടുക്കുകയല്ല വേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി കരാറുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കരാർ, അങ്ങനത്തെ വിഷയങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഡോക്ടർ CM ജോയ് സൂചിപ്പിച്ച ഈ വൈദ്യുതി ഉത്പാദനവുമായി ബന്ധപ്പെട്ട വിഷയവും പ്രധാനമാണ്. അതിനകത്ത് വളരെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു റോയൽറ്റി, ആ റോയൽറ്റിയുടെ കണക്ക് കേട്ട് കഴിഞ്ഞാൽ തമാശയാണ്. 8760 യൂണിറ്റ് വൈദ്യുതിക്ക് 12 രൂപയാണ് നമുക്ക് കിട്ടുന്ന റോയൽറ്റി. അഥവാ ഒരു യൂണിറ്റിന് 0.13 പൈസ, 0.13 പൈസയാണ് ഒരു യൂണിറ്റിന് നമുക്ക് റോയൽറ്റി ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി രണ്ട് കാര്യങ്ങൾ കൂടെ ഇതിനകത്തുണ്ട്. അത് അടുത്ത റൗണ്ടിലായാലും കുഴപ്പമില്ല. ഒന്ന്, നിലവിലുള്ള കാലാവസ്ഥാ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ അണക്കെട്ടിന്റെ സുരക്ഷ കൂടുതൽ ഭീഷണിയാവുന്ന അതിനകത്ത് അതെ, അത് നമുക്ക് അടുത്ത റൗണ്ടിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. ഭൂകമ്പ സാധ്യതകളുള്ള പ്രദേശത്താണ് ഈ ഡാം നിലനിൽക്കുന്നത്. അതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം സന്തോഷ് കുമാറിനോട് പറയാനുള്ളത്, അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ, തമിഴ്നാട്ടിൽ
അവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അവിടുത്തെ കർഷകർ അത്ര വിദ്യാഭ്യാസമുള്ളവരൊന്നുമല്ല, അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാം. അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ആയിരിക്കാം. അവർ തെറ്റിദ്ധരിപ്പിക്കുന്നു. കേരളം പുതിയ ഡാം പണിയാൻ പോകുന്നു, മുല്ലപ്പെരിയാർ ഡാമിന് പകരം പുതിയ ഡാം പണിയുന്നു. അങ്ങനെ ഡാം വരുമ്പോൾ തമിഴ്നാട്ടിലേക്ക് വെള്ളം തരുന്ന ഇപ്പോഴത്തെ സ്ഥിതി ഇല്ലാതാകും. തമിഴ്നാടിന് വെള്ളം കിട്ടില്ല. തമിഴ്നാടിന് വെള്ളം തരാതെ പുതിയ ഡാം കേരളം പണിയാൻ പോകുന്നു. അതുകൊണ്ട് അവിടെ ചില മേഖലകളിൽ ഹർത്താൽ വരെ, കർഷകരെ കൊണ്ട് സമരങ്ങൾ വരെ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. കർഷക പ്രക്ഷോഭം ആരംഭിക്കുകയാണ്. നിസ്സാര കാര്യമല്ല. ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ തീ ആളിക്കത്തുന്ന വിഷയമാണ്. നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന ഈ ജനങ്ങളുടെ ആശങ്ക ഈ മേഖലയിലുണ്ട്. 6 ജില്ലയിലെ, കേരളത്തിലെ 6 ജില്ലയിലെ ജനങ്ങളുടെ ആശങ്ക ഉള്ളതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്. അത് DMK, AIDMK, മറ്റ് പട്ടാളി മക്കൾ കക്ഷികൾക്കൊന്നും വ്യത്യാസമില്ല. അവരെല്ലാവരും കൂടി മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുകയാണ്. ആ ഡാം നിലനിർത്തണം. ആ ഡാമിലെ വെള്ളം ഇപ്പോൾ എങ്ങനെ കിട്ടുന്നോ അങ്ങനെ തന്നെ കിട്ടണം. ആവശ്യമെങ്കിൽ അതിൽ കൂടുതൽ കിട്ടണം. അല്ല എങ്കിൽ അവർ വലിയ കർഷക പ്രക്ഷോഭത്തിന് തന്നെ നാട്ടിൽ കോപ്പ് കൂട്ടുകയാണ്. ഇത്തരത്തിൽ തമിഴ്നാട് ജനതയുടെ വികാരം വരെ ഉയർത്തിക്കൊണ്ട് ഉള്ള ഒരു പ്രതിഷേധം ഉയർന്നു നിൽക്കുമ്പോൾ കേരളത്തിന് എന്താണ് വഴി എന്ന് നമ്മൾക്ക് എന്തെങ്കിലും നിർദ്ദേശം, ഈ പറഞ്ഞ നിർദ്ദേശങ്ങളൊന്നും നടപ്പാവുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ഇത് മുന്നോട്ട് പോകും? അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ. ഈ ഡാം തകരുകയാണ് എങ്കിൽ ഏകദേശം 70,000 ജനങ്ങളെ, കേരളത്തിലെ ഉള്ള 70,000 ജനങ്ങളെ നേരിട്ട് ബാധിക്കുമെന്ന് പറയുന്ന ഈ അവസരത്തിൽ ഏകദേശം ഇത് 15,000 തമിഴ് മക്കളെയും കൂടെ, നമ്മുടെ കേരളത്തിലുള്ള തമിഴ് മക്കളെയും കൂടെ ബാധിക്കുന്ന ഒരു വിഷയത്തിലാണ് നമ്മൾ കേരളത്തിൻ്റെ ആശങ്ക അറിയിക്കുന്നത്. ഈ പുതിയ ഡാം കേരളത്തിനും വെള്ളം തമിഴ്നാട്ടിനും എന്നൊരു മുദ്രാവാക്യമായാൽ പോലും കേരളത്തിലെ ഈ ഭീതിയിൽ ജീവിക്കുന്ന നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായ ഒരു നടപടിയായിട്ടുമാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി വേണ്ടത് കേരളത്തിലുള്ള രാഷ്ട്രീയ സംഘടനകൾ അല്ലെങ്കിൽ മറ്റ് പൊതുസംഘടനകൾ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആശങ്കയും അവർക്ക് ജലം നൽകുന്നതിന് കേരളം പ്രതിജ്ഞാബദ്ധമാണ് എന്നൊരു നിലപാടും തമിഴ് മക്കൾക്ക് കൂടി അറിയിച്ചുകൊണ്ടുള്ള ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ജനകീയമായ ഒരു ഇടപെടലാണ് ആദ്യം വേണ്ടത്. ഇതിനെ വെറും വോട്ടിന് വേണ്ടി മുതലെടുക്കുന്ന തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയും തമ്മിൽ ഏറ്റവും അടുത്ത ബന്ധം നിലനിൽക്കുന്ന ഈ അവസരത്തിൽ ഇതിനെ ജനകീയമായിട്ടൊരു വിഷയമായി ഉയർത്തിക്കാട്ടുവാൻ ഇവിടുത്തെയും തമിഴ്നാട്ടിലെയും രാഷ്ട്രീയ പാർട്ടികൾ ഒരേപോലെ മുൻകൈയെടുക്കേണ്ട ഒരു അവസരമാണ്. പക്ഷേ അതിന് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ ഇതിനെ ഒരു രാഷ്ട്രീയപരമായ ഒരു നിലപാടാക്കി മാറ്റി ഇതെന്തോ പാരിസ്ഥിതികമായ ആൾക്കാർ പറയുന്ന ഒരു വിഷയം മാത്രമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിലുള്ളൊരു പ്രചരണം പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. നമ്മുടെ നാടെന്ന് പറയുന്നത് പല സ്ഥലങ്ങളും തന്നെ ഇപ്പോൾ ഒരു ദൈവത്തിൻ്റെ സ്വന്തം നാടായിരുന്ന ഈ സ്ഥലം സുരക്ഷിതമായി ജീവിക്കാൻ പറ്റാത്ത ചില സ്ഥലങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെങ്കിലും സുരക്ഷിതമായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ രാഷ്ട്രീയ പൊതുജനങ്ങൾ ഒന്നടങ്കം പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഇത് തമിഴ്നാട്ടിൽ ഒരു ബോധവൽക്കരണത്തിൻ്റെ രീതിയിലും കൂടെ നമ്മൾ കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. ഇതെന്ന് പറയുന്ന ഒരു ജീവമരണ പോരാട്ടമാണ്. ഇത് എന്തോ ദൈവീകതയുടെ പേരിൽ പൊട്ടാതെ ഇരിക്കുന്ന ഒരു ബോംബാണ് യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. എപ്പോൾ വേണമെങ്കിലും പൊട്ടുന്ന ഒരു ജലബോംബിന് താഴെ 6 ജില്ലയിലെ ജനങ്ങൾ രാത്രിയും പകലും ഇരിക്കുന്നതിന് സമാനമായ ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത് എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം നമ്മളിപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കും. ഇത് കേവലം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന നമ്മുടെ മഹനീയമായ വ്യക്തിത്വങ്ങൾ പോലെ അല്ലെങ്കിൽ ഇതിന് പുറത്തുള്ള ചില വ്യക്തികൾ മനഃപൂർവ്വം പറഞ്ഞ് പരിസ്ഥിതിക്ക് വേണ്ടി പറയുന്ന വിഘടനവാദികളെ കൊണ്ടുവരുന്ന ഒരു വിഷയം മാത്രമായിട്ടാണ് കേരളത്തിൽ ഇത് ചർച്ച ചെയ്യുന്നത്. പക്ഷേ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കൃഷിക്ക് ഉപയോഗിക്കുന്ന ജലം തടയുന്നതിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ഭരണാധികാരികൾ ഒരു ഡാം കൊണ്ടുവരികയാണ്. അത് ഭാവിയിൽ തമിഴ്നാട്ടിന് വെള്ളം കിട്ടാതാക്കുന്നതിന് വേണ്ടി ആണ് എന്നുള്ള രീതിയിലാണ് തമിഴ്നാട്ടിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച നടത്തുന്നത്.
അതുകൊണ്ട് അവിടുത്തെ പത്രമാധ്യമങ്ങളിൽ കൂടെയും അതുപോലെ തന്നെ അവിടുത്തെ മീഡിയയിൽ കൂടെയും നമ്മുടെ ഈ ജനങ്ങളുടെ ആശങ്ക ഒരുപക്ഷെ ഒരു പരസ്യത്തിൻ്റെ രീതിയിലായാൽ പോലും നമ്മൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. അത് അവിടുത്തെ പത്രങ്ങളിൽ കൂടെ നമ്മുടെ ഈ ജനങ്ങളുടെ ആശങ്ക നിരന്തരം നമ്മളൊന്ന് അറിയിപ്പിക്കുകയും ഒരു പരസ്യ രീതിയിൽ കൂടെ ആയാലും അറിയിക്കുകയും അവിടുത്തെ ആ രാഷ്ട്രീയ ഇപ്പോഴുള്ള നിലവിലുള്ള നല്ല ഒരു സംവിധാനത്തെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും സുഗമമായ രീതിയിൽ ഒരു പുതിയ ഡാം ആ ഡാമിന് താഴെ കെട്ടുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ആ ഡാം നമ്മൾ മാറ്റിക്കൊണ്ട് ഇടുക്കിയിലേക്ക് വന്നതിന് ശേഷം അവിടെ നിന്ന് തമിഴ്നാട്ടിന് ആവശ്യമുള്ള കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം വിട്ടുകൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു പുതിയ ഒരു ഐഡിയ അല്ലെങ്കിൽ പുതിയ രീതി അല്ലെങ്കിൽ നിലവിലുള്ള ആ ഐഡിയയെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും വേണം. പക്ഷേ അത് സാധാരണക്കാരായ കൃഷിയിടത്തിലുള്ള സാധാരണക്കാരായ ജനങ്ങളെ വ്യക്തമായി പറയുന്നതിന് തമിഴ്നാട്ടിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരാജയപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരളത്തിലെ ഉള്ള ജനങ്ങൾ അദ്ദേഹത്തെ ഇത് ധരിപ്പിക്കുകയും അങ്ങനെ സമാനമായ രീതിയിലുള്ള ഈ രണ്ട് സംസ്ഥാനവും അതുപോലെ തന്നെ കേന്ദ്രവും ഇടപെട്ടുകൊണ്ടുള്ള ഒരു ഫോർമുല ഒരിക്കലും തമിഴ്നാടിന് നഷ്ടപ്പെടാത്ത ജലം അവർക്ക് കൃഷി ചെയ്യുന്നതിന് വെള്ളം നഷ്ടപ്പെടില്ല എന്നുള്ള ഒരു ഉറപ്പ് ആ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് ഇപ്പോഴും കേരളത്തിലെ ഭരണ സംവിധാനം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ എന്ന് പറയുന്ന ചിലരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മനഃപൂർവ്വം സുപ്രീം കോടതിയിൽ നമുക്ക് വേണ്ടി പോരാടേണ്ടിയിരുന്ന ചില വ്യക്തികൾ ഒരുപക്ഷെ തമിഴ്നാടിൻ്റെ പൈസ വാങ്ങി അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ആനുകൂല്യങ്ങൾ വാങ്ങി ഇത് നടത്തേണ്ട കറക്റ്റായ സമയങ്ങൾ അതിന് അനുകൂലമായ റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിൽ നമ്മുടെ സുപ്രീം കോടതിയിൽ കൊടുക്കുന്നതിന് പരാജയപ്പെട്ട ചില വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. ഇതിൽ യഥാർത്ഥ രീതിയിലുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്ന റിപ്പോർട്ടുകൾ അവിടുത്തെ ആ ഡാമിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിലെ ചില രാഷ്ട്രീയ കക്ഷികളുടെയോ അവരുടെ ഭരണ സംവിധാനത്തിൻ്റെയോ മറ്റു രീതിയിലുള്ള ആനുകൂല്യങ്ങൾ പിടിച്ചു വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് നേടിക്കൊണ്ട് തന്നെ നമ്മുടെ ആവശ്യം സുപ്രീം കോടതിയിൽ കൊണ്ടുവരുന്നതിന് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും സന്തോഷ് കുമാർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ ഇത്തരത്തിൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഇത്തരത്തിൽ ഉന്നയിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുള്ള തർക്കമൊക്കെ വരുമ്പോൾ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അതിൽ ചിലർ പണം വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റു ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കേരളത്തിൻ്റെ താല്പര്യത്തിന് വിഘാതമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവണത ചിലരുടെയെങ്കിലും എല്ലാവരുടെയുമല്ല ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. അത് മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, തമിഴ് ജനതയ്ക്ക് അല്ലെങ്കിൽ തമിഴ്നാടിനോടുള്ള ഒരു സ്നേഹം അത് ഈ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലുണ്ടാകുന്ന ഒരു വികാരപരമായ ഒരു മുന്നേറ്റം കേരളത്തിലെ ആളുകൾക്ക് കേരളത്തിലുള്ള ഭരണാധികാരികൾക്ക് കേരള ജനതയോട് അവർ കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രകടമാണ്. അത് ഈ മുല്ലപ്പെരിയാറിൽ വ്യക്തവുമാണ്. ഡോക്ടർ CK ജോയി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഡാം പണിയുന്നതുമായി ബന്ധപ്പെട്ട വളരെ തെറ്റായ വാർത്തകൾ തമിഴ്നാട്ടിൽ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. സമാന നിലയിൽ കേരളത്തിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്താണത്? മുല്ലപ്പെരിയാർ ഡാം പണിയുന്നത് ഇപ്പോൾ അതിന് ബലക്ഷയമൊന്നുമില്ല, അത് പണിയുന്നത് കമ്മീഷൻ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഡാമിൻ്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള വാദഗതിയും ശക്തമാണ്. ഒരു പക്ഷേ അത്തരത്തിലുള്ള കമ്മീഷൻ പറ്റലുകൾ പല പാലം നിർമ്മാണത്തിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല നിർമ്മാണത്തിലും ഈ പാലമായാലും റോഡായാലും വലിയ നിർമ്മാണത്തിലുമൊക്കെ വമ്പൻ അഴിമതി നടക്കുന്ന സംസ്ഥാനത്തിൽ കേരളവുമുണ്ട്. അത് കണ്ടിട്ടാവാം മുല്ലപ്പെരിയാർ ഡാം കോടികൾ വേണം അങ്ങനെയുള്ളൊരു ഡാം പണിയുന്നത് ആ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് കീശ വീർപ്പിക്കാനാണ് എന്നുള്ള പ്രചാരണം കേരളത്തിലും ശക്തമല്ലേ ഡോക്ടർ ജോയ്? അതിൻ്റെ കാരണം ഉണ്ടാക്കിയത് കേരള നിയമസഭയാണ്. നമുക്കറിയാം, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയും ഉന്നതാധികാര സമിതിയും പറയുന്നതനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ നിയമപരമായ പരിരക്ഷയും അവർ വാദിച്ച് നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് കേരളത്തിലെ ഡാം പൊട്ടും എന്ന് പ്രചരിപ്പിച്ചിട്ട് നിയമസഭയിലെ 2003 മാർച്ച് 15 കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ആക്ട് പെട്ടെന്ന് പാസ്സാക്കിയെടുക്കുക. അപ്പോൾ തമിഴ്നാട് സംശയിക്കില്ലേ? ഒന്ന്,
ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് ആദ്യം തമിഴ്നാടുമായിട്ടാണ്. അവിടേക്ക് ഒരു സെറ്റിൽമെന്റ് വേണം. അവരുമായി സംസാരിച്ച് സ്നേഹപൂർവ്വം ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് വേണമായിരുന്നു പുതിയ ഡാം, പുതിയ കരാർ എന്നൊരു ആശയം മുന്നോട്ട് വെക്കേണ്ടത്. ആ ചർച്ചകളുടെ നിന്ന് ഉരുത്തിരിഞ്ഞ വരുന്ന ഒരു കാര്യമായിട്ട് വേണമായിരുന്നു. ഇതിപ്പോ പ്രകോപനപരമായി, ആ പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളാണ് തമിഴ്നാട്ടിലെ ഇപ്പൊ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, തമിഴ്നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കരാറ് 1896 ഉണ്ടായിക്കഴിഞ്ഞു. ഡാം ഉണ്ടായിക്കഴിഞ്ഞു, വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് 52 അടി വരെ കിട്ടി. അത് കഴിഞ്ഞ് അത് 42 അടിയിലേക്ക് ചുരുക്കി, പിന്നെ 36 അടിയിലേക്ക് ചുരുക്കി. അപ്പോൾ വെള്ളം കിട്ടുന്നതിനെ പറ്റിയിട്ട് ഒരു ചർച്ചയ്ക്കും അവർ തയ്യാറാകില്ല. കാരണം അത്രയും വെള്ളം കൊടുക്കാൻ പറയുന്നത് കേരളമല്ല, അത് സുപ്രീം കോടതിയാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കോടതിയുടെ വിധി അവർക്ക് കിട്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ വാട്ടർ കമ്മീഷനിലെ ഉള്ള ആ പഠന റിപ്പോർട്ടുകളൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ഡാമോ പുതിയ കരാറോ അവർക്ക് അത് അംഗീകരിക്കേണ്ട കാര്യമില്ല. അത് അവർ അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഇവിടെ പുതിയ കരാറും പുതിയ ഡാമുമായിട്ട് മുന്നോട്ട് പോയത് പ്രകോപനപരം തന്നെയാണ്. ആദ്യം ചർച്ചയാണ് നടത്തേണ്ടത്. ആദ്യം നമ്മളൊരു ഒരു നടപടി ഉണ്ടാക്കാണ്. അതിനുശേഷം ചർച്ചയ്ക്ക് പോകാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരൊന്നും വിഡ്ഢികളല്ല. അപ്പം അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ സുരക്ഷിതമാക്കണമെങ്കിൽ ചർച്ച നടക്കണം. ഇത് കോടതിയുടെ മുന്നിലും 2 സംസ്ഥാനങ്ങളുടെ ഇടയിലാണ്. അവിടെ പ്രധാനമന്ത്രി ഇടപെടുത്തണം. ഇത് ഏതാണ്ട് ഒരു ഫോബിയാണ്. കേന്ദ്ര ഗവൺമെന്റിനായിട്ട് ഞങ്ങൾ ഒന്നിനും പോവില്ല. ഈ വക കാര്യങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടേണ്ട സ്ഥലത്ത് കേന്ദ്ര ഗവൺമെന്റിനെ ഇടപെടുത്തണം. അത് ഒരു പാർട്ടിയുടെ പേരിൽ, ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ, ഒരു ഫോബിയയുടെ പേരിൽ മാറ്റി നിർത്തിയാൽ അനുഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ വയനാട് സംഭവിച്ചതുപോലെ ഇവിടുത്തെ ജനങ്ങളാണ്. കാരണം മുന്നറിയിപ്പ് വേണ്ട തരത്തിൽ കൊടുത്തിട്ടും അത് വേണ്ട തരത്തിൽ അതിൻ്റെ നടപടികൾ സ്വീകരിക്കാൻ അറിയാത്തൊരു സർക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയും ഇത്തരത്തിൽ അങ്ങനെ അറിവില്ലായ്മ നടിച്ച് മുന്നോട്ട് പോകരുത്. ഇവിടെ ചർച്ച നടക്കണം, പ്രധാനമന്ത്രി ഇടപെടുത്തണം. അത് ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സമയത്തല്ല. അതായത് വെള്ളം പൊങ്ങി വരുന്നു, 36 42 43 എന്ന് പറയുന്ന സമയത്തല്ല. വലിയ റിസ്ക് ഒന്നുമില്ലാത്തൊരു സമയത്ത്, ഒരു വർഷത്തിൽ നമുക്കറിയാം മഴ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചർച്ച നടത്താം. അത് കൃത്യമായി സത്യസന്ധമായിരിക്കണം. അവർക്ക് ഇതൊക്കെ ഡാമൊക്കെ പൊളിച്ചു കളഞ്ഞ് വെള്ളം കിട്ടില്ല, കാരണം അവിടെ അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്. നമ്മൾ കരാറ് ക്യാൻസലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം ഉണ്ടാകില്ല എന്നാണ് അവർ പറയുക. കാരണം അവർക്ക് കരാറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കരാറ് കാരണം അവര് സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുണ്ടാക്കിയ കരാറ് വീണ്ടും പുതുക്കി കിട്ടി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ആരെ പുതുക്കിയത്? നിർബന്ധിച്ച് കേരള ഗവൺമെന്റ് പുതുക്കിയതല്ല, കേരള ഗവൺമെന്റ് അത് പുതുക്കാൻ തയ്യാറായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കരാറ് കയ്യിലുള്ളപ്പോ നമ്മളിവിടെ ഇരുന്ന് പറയാണ് പുതിയ കരാറ് തമിഴ്നാടിന് വെള്ളം. തമിഴ്നാടിന് നമ്മൾ ഇപ്പോഴും വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കണക്ക് നോക്കാതെ, അവർ ചെയ്യുന്ന നമുക്ക് തരേണ്ട വെള്ളം തരാതെ, കാരണം ഇത് കാച്ച്മെന്റ് ഏരിയ ഉള്ള നദികളിലെ വെള്ളം, അങ്ങോട്ട് പോകുന്ന വെള്ളം ഇങ്ങോട്ട് വരുന്ന വെള്ളമുണ്ട്, അതൊക്കെ കണക്കാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള കരാറുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴവെള്ളം എങ്ങോട്ട് പോകുന്നു നമുക്കറിയാം. നമുക്ക് തന്നെ 3 കിഴക്കോട്ടൊഴുകുന്ന നദികളുണ്ട്. അപ്പൊ അങ്ങനെ അതിന്റെ കാച്ച്മെന്റ് ഏരിയ ഉണ്ട്. അപ്പൊ നമ്മുടെ വെള്ളമാണ് അങ്ങോട്ട് പോകുന്നത്, അത് കണക്കിലെടുത്തു. ഇതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വെള്ളം, അതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വെള്ളം, ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വെറുതെ ഒരു സുപ്രഭാതത്തിലൊരു കരാറുകൾ ഉണ്ടാക്കിയതല്ല. ഇതൊക്കെ ചർച്ച ചെയ്ത് പഠനം നടത്തി വളരെ വ്യക്തമായി 2 പേരും ഒന്നിച്ച് എടുത്ത തീരുമാനങ്ങളാണ്. അപ്പൊ ഇതും അങ്ങനെ 2 സർക്കാരുകൾ, കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതി അറിഞ്ഞുകൊണ്ട് ചർച്ച നടക്കണം. അതല്ലാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ചൊക്കടി വിദ്യകളൊന്നും ഇവിടെ നടക്കില്ല. അങ്ങനെ അത് പറ്റില്ല.
ശാസ്ത്രീയമായ പഠനങ്ങൾ ഉണ്ടാകണം. ഇത് പൊട്ടുമെന്ന് പറയാനുള്ള കാരണങ്ങൾ പറയണം. വെള്ളമില്ല കേരളത്തിന്, ഈ പറയുന്ന സർപ്ലസ് വെള്ളമില്ല. കുടിവെള്ളം പോലും ബഡ്ജറ്റിലെ പൈസ എടുത്ത് നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെയൊക്കെ വെള്ളം കാണുന്നുണ്ടെങ്കിൽ ഉപ്പ് വെള്ളമാണ്, കുടിക്കാൻ പറ്റില്ല. ഇങ്ങനെ ശാസ്ത്രീയമായ വഴികളിലൂടെ ശാസ്ത്രീയ പഠനം നടത്തി ഒരു മേശയ്ക്ക് ചുറ്റും കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് 2 സർക്കാരുകളെ വിളിപ്പിച്ച് അത് ചർച്ച നടക്കണം. അതല്ലാതെ സർക്കാർ അവരവിടെ ഇത് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം അവർക്ക് അതിനു വേണ്ട പ്രകോപനങ്ങൾ കേരളത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രകോപനങ്ങളല്ല വേണ്ടത്. ഇവിടെ ചർച്ച, ന്യായമായ ആവശ്യത്തിനുള്ള ചർച്ചയാണ്. ഈ ജനങ്ങൾക്ക് ഇതുപോലെ ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. നമ്മൾ ഇന്ത്യക്കാരല്ലേ, നമ്മുടെ വിഷമം അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലേ? അല്ലെങ്കിൽ മനസ്സിലാക്കി കൃത്യമായി തമിഴ് ജനതയെ ഇക്കാര്യം ബോധ്യപ്പെടുത്തണമെന്ന് തന്നെയാണ് ഡോക്ടർ CM ജോയ് പറയുന്നത്. എന്തായാലും ഈ ചർച്ചയിൽ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന ഡോക്ടർ KP ത്രിവിക്രമജി കൂടി ചേരുകയാണ്. സെൻറ്റർ ഫോർ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ വിദഗ്ധൻ കൂടിയാണ്. അദ്ദേഹം ഭൗമശാസ്ത്രജ്ഞൻ കൂടിയാണ്. അങ്ങേക്കും അറിവുള്ള കാര്യമാണ്, പ്രത്യേകം പറയേണ്ട കാര്യമില്ല. 127 വർഷം പഴക്കമുള്ള ഒരു ഡാം, അതിൻ്റെ ആശങ്ക ഇപ്പോൾ വരുന്നത് കർണാടകയിലെ തുംഗഭദ്ര എന്ന് പറയുന്ന സുർക്കി മിശ്രിതം ഉപയോഗിച്ച് പണിത ഒരു ഡാമിൻ്റെ ഗേറ്റ് വേ തകർന്നതോടുകൂടിയാണ് നമ്മൾ വീണ്ടും ചർച്ചകൾ മുല്ലപ്പെരിയാറിലേക്ക് കൊണ്ടുവരുന്നത്. അതുമാത്രമല്ല, വയനാട്ടിൽ നമ്മൾ കണ്ടു ഇത്തരത്തിലുള്ള പരിസ്ഥിതിയുടെ ആഘാതം നമ്മൾ കണ്ടു. അത് മാത്രമല്ലല്ലോ, മുല്ലപ്പെരിയാർ മേഖല എന്ന് പറയുന്നത് ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് എന്ന് അങ്ങേക്കും അറിവുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായും ഡോക്ടർ KP ത്രിവിക്രമജി, ഈ മുല്ലപ്പെരിയാറിൻ്റെ ആശങ്ക തീർക്കാൻ എന്താണ് ഒരു മാർഗം? തമിഴ്നാട് ഒട്ടും സമ്മതിക്കുന്നുമില്ല, നമ്മളെ കൊണ്ട് സാധിക്കുന്നുമില്ല. എന്ത് ചെയ്യാൻ കഴിയും ഡോക്ടർ ത്രിവിക്രമജി? നമസ്കാരം. ഇതൊരു ചില കാലങ്ങളിൽ ചർച്ചാ വിഷയമായ ഒരു വിഷയം തന്നെയാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാറിൻ്റെ ബലക്ഷയമോ ബലഹീനതയോ ബലമോ അതിൽ വാസ്തവത്തിൽ നമ്മൾ ആരും സംശയിക്കേണ്ട കാര്യമില്ല. ലോകത്തിൽ പല ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇതിനേക്കാളും പഴക്കമുള്ള അണക്കെട്ടുകളുണ്ട്. എൻ്റെ ഓർമ്മയിൽ വരുന്നത് മുല്ലപ്പെരിയാറിൽ 1895 മറ്റോ കമ്മീഷൻ ചെയ്തപ്പോൾ അതിനുശേഷം മുല്ലപ്പെരിയാർ ബലപ്പെടുത്താനായിട്ട് സുപ്രീം കോടതിയോ മറ്റോ നിർദ്ദേശിച്ചതനുസരിച്ച് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ് കേരളത്തിൻ്റെ കൂടെ സഹായത്തോടോ സഹകരണത്തോടോ ആ ബലപ്പെടുത്തൽ നടത്തുകയുണ്ടായി. 1922-ലും 1965-ലും. അതെ, അത് കഴിഞ്ഞിട്ട് അതായത് എന്താണ്, ഏത് അണയ്ക്കകത്ത് നമ്മൾ അണ എന്ന് പറയുന്നത് ഒരു സോളിഡ് ഹോമോജിനസ് സ്ട്രക്ചറാണ്. അതായത് നമ്മുടെ ഒരു കോൺക്രീറ്റ് പ്ലാസ്റ്റർ ചെയ്ത സിമൻറ്റ് മോട്ടർ കൊണ്ട് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീടിലെ ചുവര്, ആ എല്ലാ ചുവരും ഒന്നായിട്ടായിരിക്കും പ്രകമ്പനം കൊള്ളുന്നത്, ഓരോ മുറിയിലുമല്ല. അതായത് ഒരു ഹോമോജിനിറ്റി വളരെ അധികമുള്ളൊരു സ്ട്രക്ചറാണ്. അത് ഒരു മാസണറി ഡാമാണ്. ഇപ്പോൾ നമുക്ക് സമീപത്ത് നെയ്യാറ്റിൻകരയിൽ തന്നെ ഒരു കരിങ്കല്ല് വെട്ടി കരിങ്കല്ല് കൊണ്ട് കെട്ടിയ ഒരു അണയുണ്ട്. പക്ഷേ ആ അണയുടെ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സോളിഡ് പീസായിട്ടാണ് അണ വർക്ക് ചെയ്യുന്നത്. അണകൾ പലതരത്തിലുണ്ട്. എർത്തൻ ഡാംസ് ഉണ്ട്. നമുക്ക് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ പോത്തുണ്ടി, മീൻമുട്ടി തുടങ്ങിയ 5ഓളം മണ്ണണകളുണ്ട്. അതായത് ഞാൻ ആദ്യം ആ അണകൾ കാണുന്ന 1966-ലാണ്. ഇപ്പോഴും അത് ഒരു പ്രശ്നവുമില്ല. അതിൻ്റെ സ്പിൽ വേ എന്ന് പറയുന്ന ഭാഗം മാത്രം കോൺക്രീറ്റാണ്. പക്ഷേ അതിൻ്റെ വലിപ്പവും മുല്ലപ്പെരിയാറിൻ്റെ വലിപ്പവും തമ്മിൽ നമ്മൾ ഇല്ല. ഞാൻ അതിലേക്ക് വരാം. പിന്നെ ഇപ്പോൾ ഒരു സൂചനയുണ്ട്, മുല്ലപ്പെരിയാർ പ്രദേശത്ത് ഭൂകമ്പത്തിനുള്ള ചാൻസ് ഉണ്ടെന്ന്. എല്ലായിടത്തും ഭൂകമ്പത്തിൻ്റെ ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും ഹൈൻസൈറ്റ് ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് ഭാവിയെപ്പറ്റി പറയുന്നത്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരാളിൻ്റെ ജാതകം നോക്കിയിട്ട് നമ്മുടെ സാധാരണ ജ്യോത്സ്യൻ പറയുന്ന പോലെ അതാവും ഇതാവും ആവത്തില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ഹൈൻസൈറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. ഹൈൻസൈറ്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ പരിശോധിച്ചു, 1. 2, ഇന്ത്യയെ തന്നെ ഭൂകമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 4 സോണുകളായിട്ട് മാറ്റി.
അതിൽ ലീസ്റ്റ് വറീസം സോണാണ് നമ്മുടെ വെസ്റ്റേൺ ഗാട്ട്സ് എന്ന് പറയുന്ന പ്രദേശം. ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ഭവനുണ്ട്, പിന്നെ നമ്മുടെ പാർലമെൻറ്റ് ഹൗസ് പഴയതുണ്ട്, അതുപോലെ കുട്ടബ് മീനാറുണ്ട്, റെഡ് ഫോർട്ടുണ്ട്. അവിടെ ഭൂകമ്പം സാധ്യത എന്ന് മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഭൂകമ്പം ഞാൻ ഫീൽ ചെയ്യുന്നത് കേരള ഹൗസിൽ വെച്ചാണ്. അത് ഡൽഹിയിലാണ്. എന്നിട്ട് അതായത് ഡൽഹി പ്രദേശം ഹിമാലയത്തിൻ്റെ സമീപത്തായതുകൊണ്ട് അവിടെ ഇത്തരം പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ ഉയർന്നതാണ്. പ്രകമ്പനം എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ശ്രദ്ധിക്കുക. അല്ലാതെ എർത്ത് ക്വേക്ക് അല്ല. എർത്ത് ക്വേക്ക് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. അത് വളരെ അപൂർവം കാലങ്ങളിൽ ഗ്രേറ്റ് ആസാം എർത്ത് ക്വേക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊയ്ന എർത്ത് ക്വേക്ക് ഉണ്ട്, 1959 മറ്റോ ആണ്. അത് കഴിഞ്ഞ് നമുക്കൊരു പൂജ് എർത്ത് ക്വേക്ക് ഉണ്ടായി. ജനുവരി 26 ഏതോ ഒരു റിപ്പബ്ലിക് ഡേ പരേഡിന് കുട്ടികളിങ്ങനെ അണിനിരന്ന് പോകുമ്പോൾ. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒരു എർത്ത് ക്വേക്ക് ലാത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായി. ലാത്തൂർ എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. ആ പ്രദേശങ്ങളിൽ പോലും ജനവാസം ഉള്ള സ്ഥലത്ത് മാത്രമാണ് മനുഷ്യനഷ്ടം വന്നത്. പക്ഷേ അവിടുത്തെ ആ ഭൂകമ്പ മാപിനിയിലെ ആ ഡേറ്റ പരിശോധിച്ചാൽ അത്തരത്തിലുള്ള ഒരു പ്രകമ്പനത്തിനുള്ള ചാൻസും ഈ 4 മറ്റോ പറയുന്ന എർത്ത് സോൺ ഉൾപ്പെടുന്ന കേരളത്തിലില്ല. വാസ്തവത്തിൽ കേരളത്തിൽ എന്തെങ്കിലും പ്രകമ്പനം നമ്മുടെ പ്രദേശത്ത് തിരുവനന്തപുരം ഉൾപ്പെടെ ഒരു 2000 അടുപ്പിച്ചാണെന്ന് തോന്നുന്നു. നമ്മുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ എടനാട് പ്രദേശത്ത് നമ്മുടെ കിണറിലെ വെള്ളത്തിൽ തിരയിളക്കം ഉണ്ടായി. അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. കാരണം സ്വാഭാവികമാണ്, കിണർ ഇടിഞ്ഞു വീഴുമോ, അതുകൊണ്ട് അപകടം വരുമോ എന്നുള്ള ഭൂകമ്പമാണോ, അതിൻ്റെ നാന്ദിയാണോ, അങ്ങനെയൊക്കെയുള്ള സംശയമുണ്ട്. പക്ഷേ എന്നാലും അന്നത്തെ സംഭവത്തിന് കാരണം ഇന്നുമുണ്ട്. അതായത് എന്താ പറ്റുന്നു, നമുക്ക് ലക്ഷദ്വീപ് സീ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അറേബ്യൻ കടലെന്ന് പരക്കെ അറിയപ്പെടുന്ന, അതിനടിയിൽ ഒരു മിഡ് ഓഷ്യാനിക് റിഡ്ജുണ്ട്. ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്ന് പറയുന്നത് എപ്പോഴും ചലനാത്മകമാണ്. അത് പക്ഷേ ചലിക്കുക എന്ന് പറയുന്ന, ഞാൻ ഉപയോഗിക്കുന്ന എക്സാമ്പിൾ തന്നെ ആം റെസ്ലിംഗ് ആണ്. അങ്ങനൊരു സ്പോർട്സ് തന്നെ ഉണ്ട്. 2 പേര് കൈ ഇങ്ങനെ പിടിച്ചിരിക്കും. അങ്ങനെ ബലമായിട്ട് പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു കക്ഷി ക്ഷീണിതനായി കൈ മലർന്നു പോകും. അതുപോലെയാണ് ഈ പ്രകമ്പനം ഉത്ഭവിക്കുന്നത്. ഇങ്ങനെ 2 പ്ലേറ്റുകൾ തമ്മിൽ അകന്നു പോവുകയോ എന്നാലും ഉണ്ടാകും, അടുത്ത് കൂട്ടിമുട്ടുകയോ എന്നാലും ഈ പ്രകമ്പനം ഉണ്ടാകും. മൂവ്മെൻ്റ് ഉണ്ട്. അതായത് എർത്ത് ഈസ് ഓൾവേസ് എ മൊബൈൽ പ്ലാനറ്റ്. പക്ഷേ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ എവിഡൻസസ് മുഴുവൻ സീ ബെഡിലും സീ ഫ്ലോറിലുമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡീകമ്മീഷനിങ് എന്നൊരു വാർത്ത ഞാൻ കണ്ടു. എന്താണ് ഈ ഡീകമ്മീഷനിങ്? ലോകത്ത് എങ്ങനെയാണ് ഈ ഡീകമ്മീഷൻ ചെയ്യുന്നത്? ഡീകമ്മീഷൻ ചെയ്യുന്നത് എപ്പോഴാണോ റിസർവോയർ കപ്പാസിറ്റി 50% മേലെ കുറയുന്നു, അതായത് ചേറും സെഡിമെൻറ്റും എക്കലും വന്ന് നിറഞ്ഞ് 1 ലിറ്ററാണ് അതിൻ്റെ കപ്പാസിറ്റി ആണെങ്കിൽ 500 cc വെള്ളമേ പിന്നെ നിൽക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴാണ് ആ ഡീകമ്മീഷൻ ചെയ്യുക. ആദ്യം ശ്രദ്ധിക്കുക, ഡീകമ്മീഷൻ എന്ന് പറഞ്ഞാൽ അണ പൊട്ടിച്ച് കളയുക അല്ല. പിന്നെ രണ്ടാമത്, ഞാൻ എന്തോ സന്ദർഭവശാൽ ഇന്നലെയോ മിനിയാന്നോ നമ്മുടെ ഈ ശ്രീധരൻ മാഷിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന പഴയ സുപ്രീം കോടതിയിലൊരു തീരുമാനം. തമിഴ്നാട് അങ്ങനെ ഒരെണ്ണം മേടിച്ച് വച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ശ്രീധരൻ സാർ അതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞെന്തുവാ, ഒരു കാരണവശാലും അവിടെ ത്രെട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ അണ പൊട്ടിക്കാൻ ഒക്കത്തില്ല. കാരണം ഭൂകമ്പം ഇല്ല. പക്ഷേ നമുക്കൊരു ഭയമുണ്ട്, സുർക്കി വെച്ച് കെട്ടിയതാണ്. അതാണ് സുർക്കിയാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകം. സുർക്കി തന്നെയാണ്. ശ്രീ SP രവി, ഇവിടെ ത്രിവിക്രമൻജി പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ചു കാണുമല്ലോ. ഈ ഭൂകമ്പ പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങൾ അദ്ദേഹം പറയുന്നു, ഇന്ത്യ ഗേറ്റ് അടക്കമുള്ള പ്രദേശങ്ങൾ പറയുന്നു. പക്ഷേ അവിടെ
നമ്മൾക്കൊരു വാദഗതി പറയാനുള്ളത് ഈ ഇന്ത്യ ഗേറ്റ് ഉണ്ടാകുന്ന ഭീഷണി പോലെയോ പാർലമെൻറ്റിനുണ്ടാകുന്ന ഭീഷണി അതൊക്കെ ഭീഷണി തന്നെയാണ്. പക്ഷേ ഒരു ഡാം, മുല്ലപ്പെരിയാർ പോലെയുള്ള ഒരു ഡാമിനുണ്ടാകുന്ന ഭീഷണി അതിൻ്റെ വ്യാപ്തി എത്രമാത്രം വലുതാണ് എന്നുള്ളതാണ്. അതിൻ്റെ വ്യാപ്തി ഈ മറ്റ് പ്രദേശങ്ങളൊക്കെ ആ പ്രദേശം കൊണ്ട് അവസാനിക്കും അതിൻ്റെ വ്യാപ്തി, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായാൽ അവിടെ കൊണ്ടാണ് ആ ഭീഷണി നേരിടുന്നത്. പക്ഷേ ഡാമിൻ്റെ ഭീഷണി അങ്ങനെ അല്ലല്ലോ. കേരളത്തെ സംബന്ധിച്ച് 6 ജില്ലകളാണ് ഈ മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്ന. ഇടുക്കി, അതേപോലെ തന്നെ ആലപ്പുഴ, പത്തനംതിട്ട, തൃശ്ശൂർ തുടങ്ങിയ പ്രദേശങ്ങൾ ഒക്കെ, എറണാകുളം എന്നിങ്ങനെ എറണാകുളം ഇത്തരത്തിലുള്ള പത്തനംതിട്ട അടക്കമുള്ള 6 ജില്ലകളിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് അത്രയും പ്രദേശത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് സർക്കാർ ഇത്തരത്തിൽ ഉണർന്ന്, ഇപ്പോൾ തമിഴ്നാടിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു, തമിഴ്നാട് കാണിക്കുന്ന ഒരു താല്പര്യം കേരളം ഇക്കാര്യത്തിൽ വേണ്ട നിലയിൽ മുന്നോട്ട് പോകുന്നില്ല. കേന്ദ്ര സർക്കാരിനെ എക്കാര്യം ധരിപ്പിക്കുന്നില്ല, സുപ്രീം കോടതിയെ ധരിപ്പിക്കുന്നില്ല. നമ്മൾ ചാനലുകളിൽ പോലും ഈ ചർച്ചകൾ വരുന്ന അവിടുത്തെ ജനങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യണം, അധികാരിയുടെ മുമ്പിൽ എത്തിക്കണം എന്ന് വയനാട്ടിലെ ആ ഉരുൾപൊട്ടൽ സമയത്താണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജനകീയ ആവശ്യം വരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് കേരളം ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് തന്നെയല്ലേ അഭിപ്രായം? SP രവി. ഒന്ന്, ഈ റൂക്കി IIT ആണ് നേരത്തെ അവിടുത്തെ ഭൂകമ്പ സാധ്യതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് അന്ന് പറഞ്ഞത് 2009 ആ റിപ്പോർട്ട് വന്നതെന്നാണ് എന്റെ ധാരണ. അവര് പറഞ്ഞിട്ടുള്ളത് ഇവിടെ റിച്ചർ സ്കെയിലിൽ 6 വരാവുന്ന ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ ഈ അണക്കെട്ട് തകരുമെന്നുള്ളതാണ്. ഇടുക്കി ജില്ലയിൽ നേരത്തെ 4.5 വരെയൊക്കെയുള്ള ഭൂകമ്പം വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. 6 എന്ന് പറയുന്നതിനേക്കാൾ വളരെ കൂടുതലാണ്. കാരണം ഒരു പോയിന്റ് കയറുമ്പോൾ 10 ഇരട്ടിയാണ് അതിന്റെ ഇമ്പാക്ട് വരുന്നത്. റിച്ചർ സ്കെയിൽ അങ്ങനെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഈ റിച്ചർ സ്കെയിലിൽ 5, 5.5, 6, 5-ന് മേലൊക്കെ വന്നാൽ തന്നെ നമുക്ക് അതിൽ അപകടം ഉണ്ടെന്ന് കാണേണ്ടി വരും. അത്തരം ഒരു ഭൂകമ്പം അവിടെ വരില്ല എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയാൻ കഴിയുക? നിലവിൽ കേരളം സോൺ 3 ആണ്, ശരിയാണ്. പക്ഷെ അങ്ങനെ വരില്ല എന്ന് ഏത് അടിസ്ഥാനത്തിലാണ് പറയാൻ കഴിയുക? നമുക്കറിയാം, ഈ സമീപകാലത്ത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ, പലതരത്തിലുള്ള ദുരന്തങ്ങൾ, അതിന്റെ വ്യാപ്തി, അതിന്റെ ഒരു പീരിയോഡിസിറ്റി എല്ലാം വർദ്ധിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത്. വല്ലാതെ അസ്ഥിരമാക്കിയിട്ടുണ്ട് മനുഷ്യൻ തന്നെ ഭൂമിയെ. അതിന്റെ ഈ എന്താ പറയുക, ഭൂമിയുടെ കോറായാലും ഉപരിതലത്തിലായാലും ഭൂമിക്ക് അടിയിലായാലും പല ഇടപെടലുകൾ കൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്ത് നമുക്ക് നേരത്തെ വന്നിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് അതിൽ കൂടുതൽ വരില്ല എന്ന് വിശ്വസിച്ചിരിക്കാൻ പറ്റില്ല. അവിടെയാണ് ഭരണഘടനയിലുള്ള പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി വരുന്നത്. കാരണം ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് അയ്യോ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതിന്റെ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. ആ മുൻകരുതൽ തത്വം എന്ന് പറയുന്നത് ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ ഒരുപക്ഷെ ഭൂകമ്പത്തെക്കാൾ കൂടുതൽ, ഭൂകമ്പ സാധ്യത ഒരു കാരണവശാലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ടത് ഈ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കത്തെയാണ്. ഡൽഹി IITയുടെ സ്റ്റഡിയും അന്ന് വന്നിട്ടുണ്ട്. അത് വലിയ തോതിൽ വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ, വലിയ തോതിൽ നീരൊഴുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ്. 2018 ശേഷം നമ്മൾ ഈ ചിത്രം ഏറെയായിട്ട് തന്നെ കാണേണ്ടി വരും. സമീപകാലത്ത് കേരളത്തിന്റെ രീതി എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയത്ത് വളരെ ഹൈ ഇന്റൻസിറ്റിയിൽ മഴ പെയ്യുന്ന രീതിയാണ്. നമ്മുടെ ഒരു എന്താ പറയുക, മഴക്കാലത്തെ മേഘരൂപീകരണങ്ങളുടെ രീതി തന്നെ മാറിയിട്ടുണ്ട്. ക്യുമുലോനിംബസ് ക്ലൗഡ്സ് കൂടുതലായിട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. വളരെ ഡീപ്പായിട്ടുള്ള, നേരത്തെ സാധാരണ മഴക്കാലത്ത് ഒരു 7-8 കിലോമീറ്റർ ഉയരമുള്ള മേഘങ്ങളാണ് വന്നിട്ടുള്ളതെങ്കിൽ 2019 അത് 15 കിലോമീറ്റർ 16 കിലോമീറ്റർ വരെ ഉയരമുള്ള മേഘമാണ് വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള മേഘരൂപീകരണങ്ങൾ കൂടുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മുണ്ടക്കൈയിലുണ്ടായ പ്രശ്നവും 2 ദിവസം കൊണ്ട് 575 മില്ലിമീറ്റർ മഴയാണ് അവിടെ പെയ്തിട്ടുള്ളത്. 2018 ഇടുക്കി അണക്കെട്ടിലേക്ക് 3 ദിവസം കൊണ്ട്, അതായത് 15, 16, 17, ഓഗസ്റ്റ് 15, 16, 17 3 ദിവസം കൊണ്ട് 435 മില്യൺ ലിറ്റർ വെള്ളമാണ് ഒഴുകിയെത്തിയത്. ഇടുക്കി സമാനമായിട്ടുള്ള വൃഷ്ടി പ്രദേശമാണ് മുല്ലപ്പെരിയാർ. രണ്ടിനും 600 ചില്ലാനം സ്ക്വയർ കിലോമീറ്റർ ആണ് കാച്ച്മെന്റ് ഏരിയ. എന്ന് പറഞ്ഞാൽ ഇടുക്കി വൃഷ്ടി പ്രദേശത്ത് 2018 പെയ്ത പോലെ ഒരു മഴ വന്നാൽ, അത്രയും നീരൊഴുക്ക് വന്നു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ ഉണ്ടാവും. അതെ, അത് തന്നെയാണ് 127. ഒന്നാമത് ഇതിന്റെ കാലപ്പഴക്കം, ഒന്നാമത് ഈ ഡാമിന്റെ കാലപ്പഴക്കം, മറ്റൊന്ന് ഈ സുർക്കി ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഡാം എത്രമാത്രം, അത് ഒരു ഡാമിന്റെ കാലപ്പഴക്കം തന്നെ പറയുന്നത് 50-60 വർഷമാണ്. അതിൻ്റെ ഇരട്ടിയും കഴിഞ്ഞ് ഈ ഡാം നിൽക്കുകയാണ്.
അപ്പോൾ എന്തായാലും ആശങ്കകൾ ഒഴിയുന്നില്ല. പക്ഷേ ഈ ആശങ്ക മാറ്റാൻ സർക്കാരുകൾ കൃത്യമായി ഇടപെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും അടിസ്ഥാനപരമായി എല്ലാവരും അത് സമ്മതിക്കുന്നുമുണ്ട്. പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, ഇവിടെ ഈ മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ പലതും സാധാരണക്കാർക്ക്, സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കരാർ പുതുക്കി സി അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ കരാർ പുതുക്കൽ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് കരാർ പുതുക്കി. നേരത്തെ ശ്രീ ജോയ് പറഞ്ഞതുപോലെ തന്നെ മറ്റു ചില ഉദ്യോഗസ്ഥർ ഒക്കെ അവരുടെ കാലത്തൊക്കെ ഈ കരാറിലൊക്കെ പുതുക്കലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തമിഴ്നാടിന് അനുകൂലമായിട്ടായിരുന്നു ഈ കരാർ പുതുക്കലെല്ലാം. എല്ലാ കാലത്തും രാഷ്ട്രീയപരമായി സ്വാധീനം ചെലുത്തിക്കൊണ്ട് അവർക്ക് അനുകൂലമായ നിലപാട് തന്നെയാണ് തമിഴ്നാട് സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിന് അത്തരത്തിൽ ഒരു രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന ഒരു തീരുമാനങ്ങളും കാലാകാലങ്ങളായി മാറി വന്ന UDF ആവട്ടെ LDF ആവട്ടെ അതൊന്നും സാധിച്ചിട്ടില്ല. അത് ഭരണപരമായ ഒരു പരാജയം തന്നെയായി കണക്കാക്കാൻ കഴിയില്ലേ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ ഈ ഒരു വിഷയം, ഈ മുല്ലപ്പെരിയാർ വിഷയത്തെപ്പറ്റി പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യുന്നത് അവർക്ക് വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള ഒരാവശ്യകതയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വരുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തമുണ്ടാകുന്ന ഒരു സമയത്ത് ജനങ്ങൾക്കുള്ള ആശങ്ക മാറ്റുന്നതിനോ അല്ലെങ്കിൽ ആശങ്കയിൽ പങ്കെടുത്തുകൊണ്ടോ കുറച്ച് നാളത്തേക്ക് ഈ ചർച്ച കൊണ്ടുവരിക, പിന്നീട് ഇത് സാവധാനം കെട്ടടങ്ങുക, അതാണ്. പക്ഷെ തമിഴ്നാട്ടിൽ ഉള്ള വികാരം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവർ ആ വിഷയത്തെ നിരന്തരം വാച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിരന്തരം ആ വിഷയത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ചർച്ച നടക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും വന്നുകൂടായികയില്ല. ഈ നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും മാറ്റിമറിയത്തക്ക രീതിയിൽ ഏകദേശം ഒരു ദിവസം നല്ല രീതിയിൽ മഴ പെയ്ത് ഒരു വൃഷ്ടിപ്രദേശത്ത് മറ്റു രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ വെള്ളം ഒഴുകി വരികയും ആ വെള്ളം ഒരുപക്ഷെ ആ ഡാമിൽ നിറയുകയും ആ ഡാമിന് ബലക്ഷയമുണ്ടാവുകയും അവിടെ നിന്ന് ആ വെള്ളം ഒഴുകി ഇടുക്കി ഡാമിൽ വരികയും ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ കേരളത്തിൽ ആ ജനങ്ങൾക്ക് എങ്ങനെയാണത് ദോഷം സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദോഷം സംഭവിച്ചാൽ കേരളത്തിന് അത് അതിജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചാൽ കേരളം രണ്ടായി മാറും, അത് ഉറപ്പാണ്. അങ്ങനെ ഒരു വെള്ളം ഒഴുകി വരികയും 45 മിനിറ്റ് കൊണ്ട് അത് ഇടുക്കിയിൽ വരികയും അവിടെ ആ മലവെള്ളപ്പാച്ചിൽ കൊണ്ട് മറ്റ് മരങ്ങളും എല്ലാം ഒഴുകി വന്ന് ആ ഡാമിന് ഒരു എന്തെങ്കിലും ഒന്ന് പറ്റുകയും അത് കേരളത്തിലെ 6 ജില്ലകളിലൂടെ ഒഴുകി പോവുകയും ചെയ്തതിന് ശേഷം നമ്മൾ ഈ വയനാട്ടിലെ കൂട്ടൊരു ചർച്ച കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ അതിനെ അതിജീവിക്കും? അങ്ങനെ അതിജീവിക്കാൻ പറ്റുമോ? അങ്ങനെ അതിജീവിച്ചാൽ പിന്നീട് ഈ കേരളം നിലനിൽക്കുമോ? കേരളത്തിന് ഈ അവസ്ഥയിൽ നിലനിൽക്കാൻ പറ്റുമോ? ആ ഒരു ചർച്ച നമ്മൾ ഉയർത്തിക്കൊണ്ടുവരികയും ആ ഒരു ചർച്ചയെ അതിൻ്റെ രാഷ്ട്രീയപരമായ രീതിയിൽ തന്നെ കേരളത്തിലെ മൊത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തമിഴ്നാട്ടിലെ ജനങ്ങളുമായും അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായും ചർച്ച ചെയ്യുകയും ആ ഒരു പൊതുവികാരത്തെ സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കുവാനും കഴിയുകയും അതിന് കേന്ദ്ര ഗവൺമെൻറ് ഒരു പങ്ക് ഉറപ്പാക്കാനും കഴിയണം. ഇങ്ങനെ വെള്ളം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ കൃഷി ചെയ്യുവാൻ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും എതിരല്ല, ഒരു വ്യക്തി പോലും എതിരല്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ തമിഴ്നാട്ട് സർക്കാരിനും കേരള സർക്കാരിനും കേന്ദ്രത്തിനും സുപ്രീം കോടതിക്കും എല്ലാ നിയമങ്ങൾക്കും അതീതമായി നിന്നുകൊണ്ട് സംരക്ഷിക്കുവാനും അവിടെ ഭീതി ഒഴിവാക്കുവാനും കഴിയണം. ഇതാണ് നമുക്ക് വേണ്ടത്. അതെ, സന്തോഷ് കുമാർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് ഇവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണം, ഇവിടുത്തെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക, അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ കൃഷി, അവർക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുക, ഈ കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്. വികാരപരമായി ഇത് മുതലെടുത്ത് തമിഴ് ജനതയുടെ വികാരങ്ങൾ മുതലെടുത്ത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ പരമാവധി വോട്ട് സമാഹരിക്കുക. മുല്ലപ്പെരിയാർ ഞങ്ങളുടെ കാലത്താണ് ഈ ഡാം പുനർനിർമ്മിച്ചത്, ജനങ്ങളുടെ സംരക്ഷണം ഞങ്ങളാണ് ഏറ്റെടുത്തത് എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ മുതലെടുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുക. നമുക്ക് ത്രിവിക്രമജിയിലേക്കും വരേണ്ടതുണ്ട്. അതിനു മുമ്പായി ശ്രീ ജോയി, ഡോക്ടർ CM ജോയി, ഇത് പ്രത്യേകിച്ചും ഭാരതത്തിലെ ജനങ്ങളെ മുഴുവനായി ഒന്നായി കണ്ടുകൊണ്ട് ഈ മേഖലയിലെ പ്രത്യേകിച്ചും 127 വർഷം പഴക്കമുള്ള ഒരു ഡാമിൻ്റെ കാലപ്പഴക്കം, സുർക്ക് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഡാം, അവിടെ വരുന്ന ജനങ്ങളുടെ ആശങ്ക, ഇത് പരിഹരിക്കാൻ
ഇത് തമിഴ് ജനതയും കേരള ജനതയും ഒക്കെ രണ്ടുപേരെയും, ഇത് രണ്ടുപേർക്കും ഒരു കൂട്ടർക്ക് ആശങ്കയും മറ്റൊരു കൂട്ടർക്ക് ആശങ്ക എന്ന് പറയുന്നത് അവർക്ക് വെള്ളം കിട്ടില്ല എന്നുള്ള ആശങ്കയാണ്. ഇത് ഈ രണ്ട് സർക്കാരുകളെയും യോജിപ്പിച്ച് അവിടുത്തെ ജനങ്ങളെ ഇത് ബോധവൽക്കരിച്ച് അടിയന്തിരമായി ഇത് ചെയ്യേണ്ട കാര്യമല്ല. കാരണം കേരളം നിരവധി അനുഭവങ്ങളുണ്ട് കേരളത്തിന്. ഇപ്പോൾ വയനാടിൻ്റെ വേദന മാറിയിട്ടില്ല, അതിനു മുമ്പ് പ്രളയമുണ്ടായി. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ കേരളം നേരിടുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞു നിൽക്കുന്ന കേരളമാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ അടിയന്തിരമായി സർക്കാർ ചെയ്യേണ്ടത് തമിഴ്നാട്ടിലെ സർക്കാരിനെ ബോധ്യപ്പെടുത്തി, അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഇതിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടി കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അതിന് കേന്ദ്ര സർക്കാരിനെ കൂടി ഉൾപ്പെടുത്തി സുപ്രീം കോടതിയിൽ കൃത്യമായി നിയമപരമായ സമീപനങ്ങളുണ്ടായി ഒരു നീക്കം കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയല്ലേ ഉണ്ടാവേണ്ടത്? ഡോക്ടർ ജോയ്. തീർച്ചയായിട്ടും കേരള സർക്കാർ തന്നെ മുൻകൈ എടുക്കണം. കാരണം ഇത് നമുക്കാണ് പ്രശ്നം. അവിടെ ഇപ്പോൾ വെള്ളം കൊടുക്കാതിരിക്കുന്നില്ല നമ്മൾ. അപ്പോൾ അതുകൊണ്ട് അവിടെ കൃഷി നടന്നുകൊണ്ടിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആശങ്ക മാറണം. നമുക്കൊരിക്കലും പിന്നെ ഭൂമിക്കുലുക്കം ഉണ്ടാകില്ല എന്നൊന്നും പ്രവചിക്കാൻ പറ്റില്ല. ഭൂമിക്കുലുക്കമല്ല, ഇവിടെ സുനാമി ഉണ്ടായിട്ട് പോലും പിന്നെ പല ശാസ്ത്രജ്ഞന്മാരും കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒന്നും സുനാമി ഉണ്ടായിട്ടില്ല ഇതുവരെയും. അതൊക്കെ ജപ്പാനിലുണ്ടാവുന്ന സംഗതിയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്ര പേര് മരിച്ചു. അപ്പം അതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്. 14-15 അണക്കെട്ടുകളാണ് ഇടുക്കി ജില്ലയിലെ ഇത്രയും ചെങ്കുത്തായ മലപ്രദേശത്ത് പെരിയാറിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പല രാജ്യങ്ങളിലും അണക്കെട്ടുകളുടെ വെള്ളത്തിൻ്റെ മർദ്ദം മൂലം പൊട്ടിയിട്ടുള്ള ചരിത്രമുണ്ട്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഇത് ട്രമർ ഉണ്ടാവില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. കാരണം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കപ്പെടണം. അതിന് എനിക്ക് പറയാനുള്ളത്, ഇത് 100 അടിയോ 110 അടിയോ ആയി നിജപ്പെടുത്തണം. അത് ആവുമ്പോൾ തൽക്കാലം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയില്ല. കാരണം ഇപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് 152 അടി വരെ ഉയർത്താനായിട്ടുള്ള നിയമസാധ്യതയുണ്ട്. അപ്പോൾ 42 അടിയിൽ നിന്ന് അപ്പോഴാണ് നമുക്ക് കൂടുതൽ ആശങ്ക വരുന്നത്. മഴ പെയ്യുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊന്നും കേൾക്കാത്ത വാക്കുകളാണ് കുമ്പാരമേഘങ്ങൾ, മേഘവിസ്ഫോടനങ്ങൾ, നിമിഷപ്രളയത്തിനുള്ള സാഹചര്യങ്ങൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയൊട്ടുക്കല്ല ലോകമൊട്ടുക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ത്യയിൽ തന്നെ എത്രയോ സംസ്ഥാനങ്ങൾ ഈ കഴിഞ്ഞ ദിവസവും ഇന്നടക്കം എത്രയോ സംസ്ഥാനങ്ങൾ നിമിഷപ്രളയത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പുമായി നിൽക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ പോലൊരു ഡാം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതൊരു അപകടത്തിലേക്ക് നീക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് തൽക്കാലം ഡീകമ്മീഷൻ ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. ആ ഡീകമ്മീഷൻ ചെയ്യേണ്ട അവസ്ഥയിലുമല്ല. ചിലപ്പോൾ ഡാം സാധാരണ ഇപ്പോൾ പിന്നെ ത്രിവിക്രമ സാർ പറഞ്ഞതുപോലെ ചില സാഹചര്യങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ മൊത്തമായി ചോർന്നൊലിച്ച് തീരെ വെള്ളമില്ലാത്ത ഒരവസ്ഥ വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷെ ഇപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ജനങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് 100 അടിയോ 110 അടിയോ പിന്നെ ഏതെങ്കിലും തരത്തിൽ വേറെ വെള്ളം കൊടുക്കണം. ഇനി ഇതിൽ നിന്ന് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, അത്ര ആക്കിയാൽ എന്നുള്ള ഒരു ആശങ്ക തമിഴ്നാടിനുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. നമുക്ക് ഏത് വഴിക്ക് വെള്ളം കൊടുക്കാൻ പറ്റും, ഏത് വഴിക്ക് നിങ്ങൾ തരേണ്ട വെള്ളം ഞങ്ങൾക്ക് തരാൻ പറ്റും, ഇതാണ് ചർച്ച ചെയ്യേണ്ടത്. എത്രയോ വർഷമായിട്ട് ഈ പറയുന്ന പിന്നെ ശിരുവാണി കരാർ വഴിയും അതുപോലെ തന്നെ മറ്റേ പറമ്പിക്കൊള്ളാളിയാർ വഴിയൊക്കെ കിട്ടേണ്ട വെള്ളം നമുക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ തുറന്ന് സംസാരിക്കണം. ഇത് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തണം. ഇതും കൂടി അതിൽ കൂടെ വരണം. ഈ ആശങ്ക നമ്മൾ അറിയിക്കാൻ പറ്റണം. തീർച്ചയായും വെള്ളം താത്തി നിർത്തും. അതെ, തീർച്ചയായും. ഡോക്ടർ ത്രിവിക്രമജി, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വയനാടുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംഘം വന്നപ്പോൾ ഈ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവർ നൽകിയ പഠന റിപ്പോർട്ടിൽ അവർ പറഞ്ഞത് കൃത്യമായി സ്വാഭാവികമായ നീരൊഴുക്ക് തടസ്സപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രളയത്തിലേക്ക്, ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലിലേക്ക് കാരണമായത് സ്വാഭാവിക നീരൊഴുക്ക് മലമേഖലയിൽ തടസ്സപ്പെട്ടു. അവിടെ മണ്ണിടിഞ്ഞ് അവിടെയുള്ള നീരൊഴുക്ക് തടസ്സപ്പെട്ട് ആ വെള്ളം മുഴുവൻ ആ മലയുടെ ഉള്ളിലേക്ക് ഇറങ്ങി, അങ്ങനെയാണ് ഉരുൾപൊട്ടലിന് സാധ്യത ഉണ്ടായത് എന്ന് പറയുന്നു. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം ശാസ്ത്രജ്ഞൻ കൂടിയായിട്ടുള്ള സി രാധാകൃഷ്ണൻ, അദ്ദേഹം പ്രമുഖ സാഹിത്യകാരൻ കൂടിയാണ്, അദ്ദേഹം എഴുതിയ ഒരു ലേഖനം വായിക്കാനിടയായി. ഈ ഡാമുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഡാമുകളിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തുമ്പോൾ
ആ മേഖലയിൽ ആ ഭൂമിയിലേക്ക് വെള്ളം താഴേക്ക് ഇറങ്ങും. അത് സ്വാഭാവികമാണ്. ആ മേഖലയിൽ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ ഭൂമിയുടെ താഴേക്ക് വെള്ളം പരമാവധി ഇറങ്ങുമ്പോൾ അത് ഭൂമിയിൽ മറ്റൊരു പ്രതിഭാസം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉരുൾപൊട്ടലിൻ്റെ ഒരു പ്രതിഭാസം കൂടി ഉണ്ടാകും. ഇപ്പോൾ നേരത്തെ ഡോക്ടർ CM ജോയ് കണക്ക് പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ മാത്രം 14ഓളം അണക്കെട്ടുകളാണ്. ഒരു ജില്ലയിലാണെന്ന് ഓർക്കണം, ഇടുക്കിയിൽ. സ്വാഭാവികമായും ആ മേഖലയിൽ ഇത്തരത്തിൽ വെള്ളം തടഞ്ഞു നിർത്തി, അങ്ങ് ഭൗമശാസ്ത്രജ്ഞൻ കൂടിയാണല്ലോ, സ്വാഭാവികമായും ഇങ്ങനെ വെള്ളം തടഞ്ഞു നിർത്തി ഡാമിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും, ഇനി ഡാമിന് ബലക്ഷയമില്ലെങ്കിൽ പോലും ആ ഭൂമിക്ക് കൂടി ഇത് പ്രശ്നമല്ല. അതുകൊണ്ട് ഞാനിത് പറഞ്ഞതുകൊണ്ട് ഡാം വേണ്ടെന്നോ ജലസംഭരണം വേണ്ടെന്നോ ഒന്നുമല്ല, ജനങ്ങൾ അറിയാൻ വേണ്ടി അങ്ങയുടെ അറിവ് പങ്കുവെക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ഈ ഭൂമിയിലേക്ക് ഇത്രയധികം വെള്ളം കെട്ടി നിർത്തി ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങുന്നത് ഉരുൾപൊട്ടലിനും സാധ്യതയില്ലേ ഡോക്ടർ ത്രിവിക്രമജി? വാസ്തവത്തിൽ ഞാൻ ആ പറഞ്ഞ അഭിപ്രായത്തോട് ഒരു സയൻറ്റിസ്റ്റായിട്ട് ഒരു തരത്തിലും അനുകൂലമായി സംസാരിക്കില്ല. ആദ്യം ആലോചിക്കേണ്ടത് വെള്ളത്തിന് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1 അതേസമയം നമ്മുടെ റോക്സിന് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 2.7 അതിന് മേലെയാണ്. ആദ്യം വീണ്ടും മനസ്സിലാക്കുക, ഹിമാലയ പർവ്വതം അവിടെ ഇരിക്കുന്നുണ്ട് വടക്കേറ്റത്ത്, നമ്മളെല്ലാവർക്കും കാണാൻ പറ്റില്ല. എത്ര കിലോമീറ്റർ റൂട്ടുണ്ടെന്ന് നമ്മൾ ആർക്കും അറിഞ്ഞുകൂടാ, സാധാരണക്കാർക്ക് അറിഞ്ഞുകൂടാ. മേളിൽ കാണുന്നതിൻ്റെ ഉപരിതലത്തിൽ നിന്ന് മൗണ്ട് എവറസ്റ്റ് പോലെ 7-8 കിലോമീറ്റർ ഉയരത്തിൽ ഉള്ളൊരു പ്രദേശമാണ്. പക്ഷേ അവിടെ ഈ ഭാരം താങ്ങാനുള്ള ബലം ഭൂമിയുടെ ക്രസ്റ്റൽ റോക്സിന് ഉണ്ട് എന്നുള്ളതാണ് ഒരു വലിയ ശാസ്ത്ര സത്യം. അതായത് വെള്ളം പക്രാനങ്കൽ നമ്മൾ ആദ്യം ഞാനെല്ലാം സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന കാലത്ത് പണിതീർന്ന ഒരു ബൃഹത്തായ അണക്കെട്ടാണ്. ആ പ്രദേശത്തിൻ്റെ വൃഷ്ടിപ്രദേശത്തെ വെള്ളവും ശേഖരിച്ച് നിർത്തുമെന്ന് മാത്രമല്ല, ഇന്ത്യയിലൊരു ഒരു ഏഷ്യയിൽ തന്നെ ഒരു എക്സാമ്പിളായിരുന്നു. ആ നദി വാസ്തവത്തിൽ അവിടെ വെള്ളം കെട്ടി നിൽപ്പുണ്ട്. പക്ഷേ ഇതുകൊണ്ട് ഭൂമിയിൽ ക്രസ്റ്റൽ റോക്സിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം വളരെ സിമ്പിളാണ്. താഴോട്ട് പോകും തോറും ഭൂമിയിൽ ഉപരിതലത്തിൽ നിന്ന് ഇവിടെ ഇപ്പം നമ്മുടെ സ്റ്റുഡിയോയുടെ താഴെ തന്നെ താഴോട്ട് പോകും തോറും ഈ സുഷിരങ്ങളുടെ അളവും സുഷിരങ്ങളുടെ വലിപ്പവും ഇല്ലാതാവുകയാണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വയനാടിലെ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞതുപോലെ വെള്ളം സോയിൽ വഴി താഴോട്ട് സീപ്പ് ചെയ്ത് ആ സോയിൽ റാക്ക് ഇൻ്റർഫേസിൽ പോയിട്ട് അവിടുത്തെ ചേറിൽ അതിനെ ഒരു ലൂബ്രിക്കേറ്റ് ചെയ്ത് ആണ് അവിടെ ഇതുണ്ടാവുന്നത്. അതുപോലെ ഇതിന് താഴെയാണ് വാസ്തവത്തിൽ വെള്ളത്തിന് പോകാൻ പറ്റില്ല. ആ വെള്ളം നമ്മളെല്ലാവരും സാധാരണ മനുഷ്യർ മനസ്സിൽ കരുതുന്നത് പോലെ സ്പെഷ്യലൈസ്ഡ് നോളജ് ഇല്ലാത്ത, അത് ക്ഷമിക്കണം ഞാൻ വാക്ക് ഉപയോഗിക്കുന്നതിന്, താഴോട്ട് വെള്ളം പോകുന്ന പ്രശ്നമില്ല. അതായത് വെള്ളം നമ്മുടെ മുല്ലപ്പെരിയാറിൽ 145 135 അടി വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വെള്ളം ചോർന്നൊലിക്കുന്ന ആരും ധരിക്കരുത്. സാധാരണ ഒരു റിസർവോയർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഡാം. ഡാം എന്ന ഒരു തടസ്സം മാത്രമേ ഉള്ളൂ, ഇംപെർവിയസ് ആണ്. അതിൽ കൂടെ ഒന്നും കടന്നു പോവില്ല, വെള്ളവുമില്ല വായുവും പോവില്ല. അതുപോലെ ഒരു ഇംപെർവിയസ് ബേസിനിലാണ് ഈ മുല്ലപ്പെരിയാർ ആയാലും ഇടുക്കി ആയാലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ 10-11 അണക്കെട്ടുകളും ജലാശയങ്ങളും ആയാലും ഒരിടത്തും വെള്ളം താഴോട്ട് പോയി നഷ്ടമാവുമെന്ന് ഭയപ്പെടുകയേ വേണ്ട. അങ്ങനെ അണയെ ദുർബലപ്പെടുത്താതിരിക്കാനുള്ള ഒരു പഠനം നടത്തിയതിന് ശേഷമാണ് ആ പെർമിയബിലിറ്റി പൊറോസിറ്റി ഓഫ് റിസർവോയർ ഏരിയ അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഡാമിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നത്. അതായത് ഒരു വാട്ടർ ടൈറ്റ് ബേസിനാണ് എല്ലാ റിസർവോയറും. നമുക്കെല്ലാം പറയാം അവിടുന്ന് ചോർന്നൊലിക്കുന്നു ഇവിടുന്ന് ചോർന്നൊലിക്കുന്നു. ഇത് വെറും അവാസ്തവമാണ്. എന്ന് വെച്ചാൽ ശാസ്ത്രീയമായിട്ട് ഒരു വാട്ടർ ടൈറ്റ് ബേസിനിലാണ് നമ്മൾ റിസർവോയർ വയ്ക്കുന്നത്. അണ എന്താണ്? അണയുടെ പ്രത്യേകത അതും ഒരു മാസീവ് ലോഡാണ് അവിടെ കൊണ്ടുവെക്കുന്നത്. ആ ഭാരത്തിനെ തള്ളി മാറ്റാൻ വെള്ളത്തിൻ്റെ പ്രഷർ, ആ
എന്തായാലും ആ റിവർ വാലിയിൽ നിന്ന് FRL വരെ വെള്ളമുണ്ടല്ലോ. ഈ വെള്ളത്തിന് ഭീമമായ പ്രഷറുണ്ട്. ഈ പ്രഷറിനെ തടഞ്ഞു നിർത്താൻ പറ്റിയ ഒരു വാളാണ്, ഒരു വലിയ ചുവരാണ്. അതിൻ്റെ ഡിസൈൻ തന്നെ ഡിഫറെൻ്റാണ്. നമ്മൾ ചുവര് കിട്ടുന്ന പോലെ അല്ല. ഒരു വശം സ്റ്റീപ്പായിട്ടും മറുവശം ഒരു സ്ലോപ്പായിട്ടും ആ പ്രദേശം തന്നെ ഒരു യൂണിറ്റിന് 500 യൂണിറ്റ് എന്നുള്ള മട്ടിൽ ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ജിയോ ടെക്നിക്കൽ എൻജിനീയറിംഗ് സ്റ്റഡീസ് ചെയ്തിട്ടാണ് ആ പറയുന്ന ഡാമിൻ്റെ പൊസിഷൻ കൊണ്ടുവെക്കുന്നത്. ഡാമിൻ്റെ ഫൗണ്ടേഷൻ, ഡാമിൻ്റെ ബേസ്മെൻറ്റ്, പിന്നെ അപ്പർ സ്ട്രക്ചർ. അതുകൊണ്ട് പിന്നെ ഡാമിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിൽ അവിടെയും ഇതുപോലെ പരിശോധനയുണ്ട്. വെള്ളം വാർന്നു പോകുന്നതാണോ? കാരണം ഒരു വശത്ത് വെള്ളം പൊങ്ങി നിൽക്കുകയും മറുവശത്ത് വെള്ളമില്ലാതെ റിവർ ഫ്ലോർ ആണെങ്കിൽ ഇടയിലാണ് നമ്മൾ ഈ അണ കെട്ടുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ വാട്ടർ ലീക്ക് സബ്സർഫസിലുണ്ടെങ്കിൽ ഒരു ഫിനോമിനൻ തന്നെയുണ്ട്, അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദി ഡാം. അതായത് ഡാമിനെ പൊക്കിയെടുത്ത് അതാണ് അപ്ലിഫ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അത്തരം അപ്ലിഫ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആദ്യം നമ്മൾ വയനാട്ടിൽ ഇന്നലെ വരെ സംസാരിച്ച പോർ വാട്ടർ പ്രഷറാണ്. അതായത് ഈ ഡാമിൻ്റെ ഫൗണ്ടേഷനിലോ ഡാമിൻ്റെ അപ്സ്ട്രീമിലോ താഴോട്ട് വെള്ളം വാർന്നു പോകാനുള്ള സാധ്യത ഒട്ടുമില്ലാന്ന് നിർണയപ്പെടുത്തിയിട്ടാണ് ഈ റിസർവോയർ ഏരിയയും ആ ഡാം സൈറ്റും നമ്മൾ തീരുമാനിക്കുന്നത്. അത്തരം സ്റ്റഡീസ് കഴിഞ്ഞിട്ടാണ്, അല്ല വെറുതെ നമ്മൾ ഈ പറയുന്ന തടയണ കെട്ടുന്ന പോലെ അല്ല. പക്ഷേ അതിനൊരു കാലപ്പഴക്കമില്ലേ സാർ? ഈ 127 വർഷം എന്നൊക്കെ പറയുമ്പോഴാണ് ആ പ്രശ്നം. കാലപ്പഴക്കമുണ്ട്, പിന്നെ സുർക്കിയുണ്ട്. ഇത് രണ്ടുമാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്, കാലപ്പഴക്കവും സുർക്കിയും. കാലപ്പഴക്കം ശരിയാണ്, പക്ഷെ ഒരു കാര്യം കൂടെ ആലോചിക്കുക. ഇതിനേക്കാളും എത്രയോ പ്രായമുള്ള വയസ്സായ എത്രയോ മേജർ ഡാംസ് ലോകത്ത് പല സ്ഥലത്തുമുണ്ട്. ഈ നമ്മൾ സുർക്കി വെച്ച് കെട്ടി അതുകൊണ്ട് ഇത് ഇടിഞ്ഞു പോവും ധരിക്കരുത്. കാരണം ഈ സുർക്കി കെട്ടിയത് പോലും ഒരു എൻജിനീയറിംഗ് ടെക്നോളജിയുടെ ഭാഗമായിട്ടാണ്. അത് കഴിഞ്ഞ് അതിനെ റീഎൻഫോഴ്സ് ചെയ്തു, അതിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിൽ കവർ കൊടുത്തു, അപ്സ്ട്രീം സൈഡിൽ കവർ കൊടുത്തു ആ സ്ട്രക്ചറിന്. അത് അന്നത്തെ ആശങ്ക പരിഹരിക്കാനാണ്. നമുക്ക് ഒരു കാര്യം മലയാളികൾക്കും ഗവൺമെൻറ്റിനും ആവശ്യപ്പെടാം, തമിഴ്നാട് സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും. അതായത് ഈ പറഞ്ഞ 145 കുറയ്ക്കണം. അതിനെന്താ വഴി? ഇന്നത്തെ പരിപാടി ഒന്നും നടക്കില്ല. ഇന്ന് നമ്മൾ പറയുന്നത് ആ പറയുന്ന ഷട്ടറങ്ങ് പൊക്കി കഴിയുമ്പോൾ പിന്നെ 125 110 പോയി നിൽക്കും. അതൊന്നും വേണ്ട. ഈ വെള്ളം നമ്മുടെ ആ വെള്ളം എവിടെ പോകുന്നു? തീർച്ചയായിട്ടും ഇടുക്കി റിസർവോയർ വരും. പക്ഷേ നമ്മൾ ആവശ്യപ്പെടേണ്ടത് നമ്മുടെ ബഹുമാന്യനായ ശ്രീധരൻ സാറ് പറഞ്ഞതുപോലെ ഒരു ടണൽ ഈ റിസർവോയർ, മുല്ലപ്പെരിയാർ റിസർവോയറിൻ്റെ ബേസിൽ ഒരു 50 അടി ആഴത്തിൽ ഒരു ടണൽ പണിയണം തമിഴ്നാട്ടിലേക്ക് ഡയറക്ഷനിലേക്ക്. അവർ തമിഴ്നാട്ടുകാർ വേണമെങ്കിൽ ആ വെള്ളം കെട്ടി നിർത്താനായിട്ട് അവരാണ് ഒരു അണ പണിയിട്ട്, ഒരു സംശയമില്ല. അപ്പോൾ നമുക്കെന്താ അഡ്വാൻറ്റേജ്? ഒരു ടണൽ പണിഞ്ഞ് ഫങ്ഷണലാക്കിയാൽ ഒരു കാരണവശാലും അത് അടയ്ക്കാൻ നോക്കില്ല. അതൊന്ന്. രണ്ട്, ഈ നമ്മൾ പഴയ കാലത്ത് ചെങ്കോട്ട പാതയിലേക്ക് റെയിൽ റോഡിലുള്ള തമരടിച്ച് മരുന്ന് വെച്ച് പൊട്ടിക്കുകയല്ല ഈ ടണൽ ബോറിംഗ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് 10 അടി ഡയാമീറ്ററിൽ ടണൽ വേണമെന്നൊരു തീരുമാനമെടുത്താൽ 10 അടി ഡയാമീറ്ററിലെ ഡ്രില്ല് ബിറ്റുള്ള ഒരു മെഷീൻ തയ്യാറാക്കി തരാൻ ലോകത്ത് എത്ര കമ്പനി ഉണ്ടെന്നറിയാം. കാശ് കൊടുക്കണം. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് വിഴിഞ്ഞത്ത് നിന്ന് ബാലരാമപുരത്തേക്ക് 9ഓളം കിലോമീറ്റർ ഒരു ടണൽ വരാൻ പോവുകയാണ്. ടണൽ കട്ടൻ ഫില്ലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പഴയ കാലത്ത്. ഇപ്പോൾ ആ പ്രശ്നമേ ഇല്ല. ടണൽ ബോറിങ്ങിന് ഇപ്പം 20 അടി ഡയാമീറ്ററുള്ള ബിറ്റുള്ള ഒരു ടണലിൻ്റെ ഒരു ബിറ്റുള്ള ഒരു മെഷീനുണ്ട്. ഒരു പ്രയാസമില്ല. അതിൻ്റെ സ്പീഡ്, ഈ പ്രകമ്പനമില്ല, വെടിവെക്കണ്ട, തമരടിക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇത് കറക്കി എടുത്താൽ മതി. പുതിയ സാങ്കേതിക വിദ്യകളെല്ലാം ഉണ്ട്. ഈ പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് SP രവി കൂടി ശരിയാണ്, ശ്രീ SP രവി, ഈ പുഴ സംരക്ഷണത്തിൻ്റെ ഭാഗം അദ്ദേഹം പറഞ്ഞു തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിക്കാൻ പുതിയ മാർഗങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ കേരളത്തിൽ തന്നെ പരീക്ഷിച്ചതാണ് വെള്ളമില്ലാത്ത പുഴകളിലേക്ക് മറ്റ് പുഴകളിൽ നിന്നും വെള്ളം എത്തിക്കുന്ന സംവിധാനമൊക്കെ. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിക്കാൻ ഇപ്പോൾ ഇടുക്കി ഡാം പൂർണ്ണമായി അത് സജ്ജമാക്കിക്കൊണ്ട് അവിടെ നിന്നും പുതിയ ടണൽ തമിഴ്നാട്ടിലേക്ക് നിർമ്മിച്ചുകൊണ്ട് അവർക്ക് വെള്ളം എത്തിക്കാൻ കഴിയും. പക്ഷേ
ഈ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഫോർമുല കേരളവും തമിഴ്നാടും ചേർന്ന് രൂപപ്പെടുത്തിയാൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ഒരു പരിധി വരെ കഴിയില്ലേ ശ്രീ SP രവി? ഞാൻ അതിലേക്ക് വരാം. എനിക്ക് കുറച്ച് സമയം തരണം. അതിനു മുമ്പ് ഒറ്റ വാക്ക് എനിക്ക് ശ്രീ ത്രിവിക്രമൻജി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഒന്ന്, ധാരാളം ഈ ഡാം ഇൻഡ്യൂസ്ഡ് സീസ്മിസിറ്റിയുമായി ബന്ധപ്പെട്ട ധാരാളം പഠനങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ അണക്കെട്ടുകൾ തകർന്നിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. വളരെ സുരക്ഷിതമാണ് എല്ലാ പഠനങ്ങളും നടത്തി എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഈ തൊട്ട് മുമ്പ് പോലും പരിശോധന നടത്തി സുരക്ഷിതമാണെന്ന് പറഞ്ഞ അണക്കെട്ടുകളും കിട്ടിയിട്ടുള്ള കഥകളുണ്ട്. പിന്നെ മുല്ലപ്പെരിയാറിനേക്കാൾ വലിയ ഇതിനേക്കാൾ പഴക്കമുള്ള അണക്കെട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏതാണെന്ന് ചൂണ്ടിക്കാണിച്ചു തന്നു കഴിഞ്ഞാൽ അത് എന്നെപ്പോലെ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലതാണ്. കാര്യം ഇന്ന് വിവരസാങ്കേതിക വിദ്യയുടെ ലോകമാണ്. പക്ഷെ സെർച്ച് ചെയ്യുമ്പോഴൊന്നും അത്തരത്തിൽ കണ്ടു കിട്ടാറില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ അത് പറഞ്ഞു തരണം എന്നൊരു അപേക്ഷയുണ്ട്. ഇനി വിഷയത്തിലേക്ക് വരാം. ഞാൻ ഇതിനെ 129 വർഷം പഴക്കമുള്ള അണക്കെട്ട് എന്ന് മാത്രം പറയാനല്ല ആഗ്രഹിക്കുന്നത്. കരാർ പ്രകാരം ഇനിയും 870 കൊല്ലം നിൽക്കേണ്ട അണക്കെട്ട് എന്ന് കാണണം എന്നാണ് പറയുക. 870 വർഷം കൂടെ നിലവിലുള്ള കരാർ പ്രകാരം നിൽക്കേണ്ട അണക്കെട്ട് എന്ന് കാണണം എന്നാണ് ഞാൻ പറയുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ ഈ മഴ എന്ന് പറയുന്നത് ഇപ്പം ഒരു സാധ്യത എന്നുള്ളതിനപ്പുറം അതൊരു ഹൈ പ്രോബബിലിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡാം ഓവർ ടോപ്പിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് അണക്കെട്ട് കവിഞ്ഞു വെള്ളം പോകുന്ന സാധ്യത വന്നു കഴിഞ്ഞാൽ അണക്കെട്ട് തകരാനുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. അത് നമ്മൾ മറക്കാൻ പാടില്ല. ഇനി ഈ സൊല്യൂഷനിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും നിലവിലുള്ള അണക്കെട്ട് സുരക്ഷിതമല്ല എന്നുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഡീകമ്മീഷൻ ചെയ്യാം. നമ്മൾ വാട്ടർ ലെവൽ താഴ്ത്തുക എന്ന് പറയുന്നതും അതൊരു പാർഷ്യൽ ഡീകമ്മീഷനിങ് ആണ്. നേരത്തെ 136 താഴ്ത്തിയപ്പോൾ അതൊരു പാർഷ്യൽ ഡീകമ്മീഷനിങ് ആയിരുന്നു. ഇത് 136 അല്ല. ഡോക്ടർ CM ജോയ് സൂചിപ്പിച്ചതുപോലെ അതിനേക്കാൾ താഴ്ത്തി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ചെയ്യാൻ കഴിയും. ഒറ്റയടിക്ക് താഴ്ത്തുക എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രായോഗികമാവില്ല. നമ്മൾ ആദ്യം 130 കൊണ്ടുവരേണ്ടി വരും, പിന്നെ 120 കൊണ്ടുവരേണ്ടി വരും. എന്നിട്ട് എത്ര വരെ താഴെ പോവാം അത് വിശദമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. നമുക്കറിയാം സ്പിൽവേ സ്റ്റാർട്ട് ചെയ്യുന്നത് 136 അപ്പൊ അതിന് താഴെ വെള്ളം ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോ സംവിധാനമില്ല. ഒരു പക്ഷേ നാളെ ബേബി ഡാമിൽ അത്തരം സാധ്യതകൾ ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. ബേബി ഡാം സ്റ്റാർട്ട് ചെയ്യുന്നത് 115 അടിയിലാണ്. അപ്പൊ അത്തരത്തിലുള്ള രവി പറഞ്ഞ പോലെ തന്നെ നിരവധി മാർഗങ്ങളുണ്ട്. ഇത് പരിഹരിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. നമുക്ക് നിരവധി വിദഗ്ധരുമുണ്ട്. ഇവരെയൊക്കെ പങ്കെടുപ്പിച്ച് കേരളവും തമിഴ്നാടും സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും ഒക്കെ ഇടപെട്ട് ഈ പ്രശ്നം അടിയന്തരമായി തീർത്തേ മതിയാകുകയുള്ളൂ. കാരണം വയനാടിൻ്റെ വേദനയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് കേരളം. ഇനിയും ഒരു ദുരന്തം താങ്ങാനുള്ള ശക്തി മലയാളികൾക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇന്ന് ജനൻ TV പ്രത്യേക ഡിബേറ്റായി ചർച്ചയ്ക്കെടുത്തത്. 7 മണി മുതൽ 9 മണി വരെ വീണ്ടും ഇതേ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ മണിക്കൂറിൽ നമ്മൾക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്ത വിദഗ്ധരെ ഒന്നുകൂടി പരിചയപ്പെടുത്താം. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തത് പരിസ്ഥിതി പ്രവർത്തകരാണ്. പങ്കെടുത്തവർ എല്ലാവരും ഡോക്ടർ KP ത്രിവിക്രമൻജി, അദ്ദേഹം സെൻറ്റർ ഫോർ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റിലെ വിദഗ്ധനാണ്. ഡോക്ടർ CM ജോയ്, അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകനാണ്. SP രവി, പുഴ സംരക്ഷണ സമിതിയുടെ സംഘാടകൻ. അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ, പരിസ്ഥിതി പ്രവർത്തകനാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വീണ്ടും 7 മണി മുതൽ ഇതേ വിഷയം തന്നെ ജനം ചർച്ച ചെയ്യുന്നു. എന്തായാലും വില്ലനല്ലാതെ ആവണം മുല്ലപ്പെരിയാർ. നമസ്തേ.